സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, വിറ്റ്നസിൽ കൂടുതലും നമ്മൾ സാക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നത് മിഷൻ ഫീൽഡിലുള്ള ദൈവദാസന്മാരുടേതാണ്, ദൈവമക്കളുടേതാണ്. ഇന്നും നമ്മൾ നോർത്ത് ഇന്ത്യയിലെ മിഷൻ ഫീൽഡിൽ നിന്ന് ഒരു നല്ല അനുഭവം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായി നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാനോടൊന്ന് ചെയ്ത ഉപകാരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ദോഷങ്ങളെ അവിടുന്ന് ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം, അത്ഭുതങ്ങളെ ചെയ്യണം. ഈ വീഡിയോ ഓരോ നിൻ്റെ മക്കൾക്കും കർത്താവെ അനുഗ്രഹമായി തീരണം. ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. അനുഗ്രഹിച്ചാട്ടപ്പ വൻ കാര്യങ്ങളെ അവിടുന്ന് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ കർപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. കർത്താവിന് സ്തോത്രം ചെയ്ത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വിറ്റ്നസിൻ്റെ ഓരോ എപ്പിസോഡിലും മിഷൻ എക്സ്പീരിയൻസ് ഉള്ള ദൈവമക്കൾ കടന്നു വന്ന അനുഭവങ്ങൾ പറയുന്നു. ഇന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ നിന്ന്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ഉത്തർപ്രദേശ് വളരെ അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്റ്റേറ്റാണ്. ആ ഒരു പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു അനുഗ്രഹീതനാകുന്ന കർത്താവിൻ്റെ ദാസനാണ് നമുക്കായി ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് പാസ്റ്റർ ശ്യാമുൽ രാജിനെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പാസ്റ്റർ സുഖമായിട്ടിരിക്കുന്നേ? അതെ, സന്തോഷമായിരിക്കുന്നു. അതെ, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചുകൂടെ അങ്ങ് മേളോട്ടാണെന്ന് തോന്നുന്നു, ഇല്ലയോ? അതെ, അങ്ങ് ഇന്ത്യയുടെ ബോർഡർ വരെ പോണം. അതെ, ഞങ്ങള് നേപ്പാൾ ബോർഡറാണ്. അതെ, നേപ്പാൾ ബോർഡർ. ശരിക്കും ഈ ഉത്തർപ്രദേശ് ഒരു വലിയ സ്റ്റേറ്റാണ്. നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങ് മധ്യപ്രദേശിന്റെ മേളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അതെ, അതങ്ങ് മേളിൽ പോയി നിൽക്കുന്നത്, ഇല്ലയോ? അതെ, ഒരു ചെറിയ രാജ്യമാണെന്ന് വേണേൽ പറയാം. 10-20 കോടി ജനസംഖ്യ, 25 കോടിയോളം ജനസംഖ്യ. 25 കോടി ജനസംഖ്യ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു നല്ല പങ്ക് താമസിക്കുന്നത് ഈ പറഞ്ഞ ആ ഒരു മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ആ ഒരു ട്രയാങ്കിളിൻ്റെ അകത്താണ്. അതെ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ. എനിക്ക് തോന്നുന്നു 80% ജനങ്ങളും താമസിക്കുന്ന അവിടെയാണ്. ഇനി അതിൻ്റെ മറുഭാഗം പറഞ്ഞാൽ, അതിൻ്റെ അപ്പുറത്തോട്ട് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സുവിശേഷത്തിന് വെല്ലുവിളി നേരിടുന്നതും ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്താണ്. അതെ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പിന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ഞാൻ ഫുൾ പണ്ടിതെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നല്ലോ. ഒന്നി ബീഹാറിന്റെ കൂടെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ കൂടെ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറച്ച് മാറ്റിയത്. അതെ, അതെ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുണ്ട് ഉത്തർപ്രദേശിലെ ഇന്നത്തെ ജീവിതമൊക്കെ? ദൈവകൃപയാൽ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിലുപരി ദൈവരാജ്യത്തിന്റെ വളർച്ച ഈ പ്രശ്നങ്ങൾക്കിടയിലും ഒത്തിരി നടന്നുകൊണ്ടിരിക്കുന്നു. ശരി, വിശ്വാസികള് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൊതുവിൽ ഈ പീഡാനുഭവങ്ങളുടെ ഒരു വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ സ്ട്രോങ് ആയെന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണുമായിരുന്നു പാസ്റ്ററെ. ഞങ്ങളുടെ മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ചർച്ച ആക്രമിക്കപ്പെട്ടു. ഞങ്ങളുടെ പടിവാതിക്കൽ എത്തി കേട്ടോ പാസ്റ്ററെ. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഇങ്ങനെ മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ പടിവാതിക്കൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥലം വസായി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രയർ സെല്ലുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ വിശ്വാസി കുടുംബങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടം വരെ പ്രശ്നങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആക്രമണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം മീഡിയക്കാർ വന്ന ചർച്ചിലെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ എത്ര ബോൾഡായിട്ടാണ് ഈ കൊച്ചു പെൺകുട്ടികൾ, ഇപ്പോൾ 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ വന്നിട്ട് വളരെ ബോൾഡായിട്ട് വളരെ ശക്തമായിട്ട് മീഡിയയിൽ സംസാരിക്കുകയാണ്. എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. ഇത്ര ധൈര്യത്തോടെ ഈ കുട്ടികൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? സഹോദരിമാർ
പെർസിക്യൂഷൻ ഒത്തിരി ശരിക്കും അതെ പാസ്റ്ററെ പറയാൻ വരികയായിരുന്നല്ലോ. അതെ, ഈ പെർസിക്യൂഷന്റെ ഇടയിലും ആ ഒരു അവരുടേതായിട്ടുള്ള ന്യൂസ് മീഡിയ അതുവഴിയൊക്കെ ആയാലും സുവിശേഷം ഒത്തിരി പ്രചരിക്കുന്നുണ്ട്. അതൊരു ഒത്തിരി, കാരണം ഞങ്ങളുടെ പല ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ അവർ ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്യും. ഇന്റർവ്യൂ അല്ല, ക്വസ്റ്റ്യൻ ചെയ്യും. എന്തിന് നിങ്ങൾ വന്നു? അപ്പൊ അവരൊക്കെ പറയുന്നത് അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ, അവരുടെ ടെസ്റ്റിമണി. പലരും പറയുന്നത് എന്റെ മക്കൾക്ക് ഭ്രാന്തായിരുന്നു, ഞങ്ങള് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് മുതൽ അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അത് മുതൽ ഞങ്ങളുടെ മക്കളുടെ ഭ്രാന്തെല്ലാം മാറിയിട്ട് ഇപ്പൊ ഞങ്ങൾ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിലാണ്. ആ ഒരു ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി ടെസ്റ്റിമണീസ് വന്നിട്ട് ദൈവത്തെ പലരും അറിയുന്നുണ്ട്, ദൈവം ആരാണെന്നുള്ളത് അറിയുന്നുണ്ട്. പാസ്റ്റർ, ഇന്നലെ ആ ഒരു പെൺകുട്ടി പറഞ്ഞത്, ആ പെൺകുട്ടിയുടെ അച്ഛൻ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയതാണ്. അമ്മയും 3 പെമ്മക്കളുമേ വീട്ടിലുള്ളൂ. അവൾ പറഞ്ഞത് ആ മകള് മരണാസന്നയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഡോക്ടർമാർ കൈവിട്ടു, മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാവരും കൈവിട്ടു, കുടുംബക്കാരില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എന്നെ ഉപേക്ഷിച്ചിട്ട സമയത്ത് നിങ്ങൾ മീഡിയക്കാരും വന്നില്ലല്ലോ. അതെ, നിങ്ങൾ ഈ പറയുന്ന അടിക്കാൻ വന്നവരാരും അന്ന് ഞങ്ങളോട് വന്നിന്ന് ചോദിച്ചു പോലും ഇല്ലല്ലോ. കുടുംബക്കാരും വന്നില്ലല്ലോ. അന്ന് യേശുവാ എന്നെ രക്ഷിച്ചത്. അതാ ബോൾഡ് സാക്ഷ്യം എന്ന് പറയുന്നത്. അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. അന്ന് നിങ്ങളാരും വന്നില്ലല്ലോ. മാസ്റ്ററെ, സിദ്ധാർത്ഥ നഗർ അല്ലേ? അതെ, ഞാൻ സിദ്ധാർത്ഥ നഗർ ടൗണിൽ നിന്നൊരു 10 കിലോമീറ്റർ മാറി. ശരി. അപ്പൊ ഈ സിദ്ധാർത്ഥ നഗർ എന്നുള്ള പേര് നമ്മളധികം നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു സ്ഥലം ഏറ്റവും അടുത്തായിട്ടുള്ളത് ഏതാണ്? ഗോരഖ്പൂർ ആണ്. അതായത് യോഗി ആദിത്യനാഥിന്റെ സ്ഥലം. എത്ര ദൂരമുണ്ട്? ഫസ്റ്റ് ഞാൻ മുമ്പ് ഗോരഖ്പൂരിലാണ് വർക്ക് ചെയ്തിട്ടിരുന്നത്. ശരി. എത്ര ദൂരമുണ്ട് ഗോരഖ്പൂർ? എത്ര ദൂരമുണ്ട്? 70 കിലോമീറ്റർ ഉണ്ട്. 70 കിലോമീറ്റർ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി അനുഭവങ്ങൾ കേൾക്കണം, പരിചയപ്പെടാൻ വേണ്ടി. നാട്ടിലെ കാര്യം പറയണമല്ലോ. നാട്ടിൽ എവിടെയാ ജനിച്ചു വളർന്നത്? അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് പുളിയറക്കോണം എന്ന സ്ഥലമാണ് എന്റെ ജന്മദേശം. മാതാപിതാക്കള്, അതുപോലെ പാസ്റ്റർ കുടുംബം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ഇൻട്രൊഡക്ഷൻ കിട്ടുമായിരുന്നു. ഓക്കെ, പക്ഷേ എന്റെ പപ്പയുടെ പേര് ജോയി എന്നാണ്, അമ്മയുടെ പേര് എസ്തർ, എനിക്കൊരു സഹോദരിയാണുള്ളത്, ജെസ്സി. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പപ്പയും അമ്മയും എല്ലാവരും ആ ഒരു ദൈവത്തെ അറിഞ്ഞത് മുതൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. പ്രത്യേകിച്ച് എന്റെ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു ദൈവവേലക്കാരനാകണമെന്ന്. അതുപോലെ എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ആ ഒരു ഡെഡിക്കേഷനും കൂടി തന്നെയാണ് എന്നെ വളർത്തിയതും. ചെറുപ്രായത്തിൽ നീ ഞങ്ങൾക്കൊന്നും സമ്പാദിച്ചു തരേണ്ട ആവശ്യമില്ല, പക്ഷേ ദൈവവേലയിലായിരിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ആത്മഭാരത്തോടു കൂടി തന്നെയാണ് ചെറുപ്രായം മുതലേ അവർ ഞങ്ങളെ വളർത്തി. ചർച്ചിലെ കാര്യങ്ങളിലും എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് ഞങ്ങളെ ആ ഒരു ദൈവരാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ വളർത്തുവാനിടയായി തീർന്നു. അത് എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. ചുരുക്കത്തിൽ പാസ്റ്റർ കുടുംബത്തെ കുറിച്ച്, പാസ്റ്റർ വൈഫ്. ഓക്കെ, എനിക്ക് എന്റെ വൈഫിന്റെ പേര് ജെസിയാണ്. എനിക്ക് 2 പിള്ളേരുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാള് ജോഹാൻ സാമുവൽ, അവര് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയാള് ജോവാൻ സാമുവൽ, അവന് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശരി, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയാണ്. അതെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇനി ഞാൻ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കണം. പാസ്റ്റർക്ക് ഇനിയുള്ള സമയം തരികയാണ്, കണ്ടിന്യൂ ചെയ്യാം. അത്യാവശ്യം എന്തെങ്കിലും പ്രേക്ഷകർക്ക് ചോദിക്കണമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ വരികയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദിക്കാം. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ശമുവേൽ രാജ് എന്നാണ്. ഞാൻ ഈ ഉത്തർപ്രദേശിലെ 25 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പിന്നി, ആസാദി ചാനൽ,
ഈ മാധ്യമത്തോട് ഞാൻ നന്ദി പറയുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഒത്തിരി മിഷണറിമാരെ പരിചയപ്പെടുത്തുവാനും ഒത്തിരി മിഷണറിമാരുടെ ജീവിതാനുഭവങ്ങളെ കേൾപ്പിക്കുവാനും അനേകരിലേക്ക് അത് എത്തിക്കപ്പെടുവാനും ഈ ചാനൽ വഹിക്കുന്ന പങ്കിനെ ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ദൈവം ഒത്തിരി മുന്നോട്ട് നയിക്കട്ടെ. ഞാനൊരു ചെറിയ പുളിയറക്കോണം എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ പുളിയറക്കോണം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞാൻ എന്റെ ജനനം മുതൽ തന്നെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കർത്താവിന് വേണ്ടി വളർത്തണമെന്ന്. അതുപോലെ പപ്പയും അമ്മയും എല്ലാം ചെറുപ്രായത്തിലെ ആ ഒരു വിത്ത് എൻ്റെ ഉള്ളിൽ ഇട്ട് തന്നു. ഞാന് വിദ്യാഭ്യാസം ചെയ്തത് LPS അലേറ്റി സ്കൂളിലാണ് എൻ്റെ 1 മുതൽ 5 ക്ലാസ്സിന്റെ പകുതി വരെയുള്ള പഠനങ്ങൾ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് NSS HS ചുവള്ളൂരില് ആ സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. എൻ്റെ +1 +2 പഠനങ്ങൾ PSNM പേരൂർക്കട സ്കൂളിലാണ് ഞാൻ ചെയ്തത്. അതുപോലെ ചെറുപ്രായത്തില് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അസുഖം വരുവാനിടയായിരുന്നു. ഹാർട്ടിന് വാൾവിന് ഒരു ഹോൾ ഉണ്ടായിട്ട് ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ആശുപത്രിയിൽ പോയി, ആശുപത്രിയിൽ ഒത്തിരി ദിവസം കിടക്കുവാനും അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്തും എൻ്റെ മാതാപിതാക്കൾ ഇപ്രകാരം പറയുമായിരുന്നു, ഞാൻ എൻ്റെ മകനെ ദൈവരാജ്യത്തിന് വേണ്ടി വിട്ടിട്ടുള്ള പൈതലാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ ദൈവവേല ചെയ്യാനുള്ളവനാണെന്നുള്ള ഒരു ബോധ്യത്തോട് തന്നെ അവർ പറയുകയും അങ്ങനെ തന്നെ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്തെങ്കിലും ദൈവകൃപയാൽ ഡോക്ടർമാര് പലവിധമായ പ്രശ്നങ്ങൾ പറഞ്ഞു. 18 വയസ്സ് വരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആ സമയം വരെ മരുന്ന് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു മേജർ ഓപ്പറേഷനിലൂടെ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ എന്നും. അതുപോലെ എനിക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. എൻ്റെ സ്കൂള് ഒത്തിരി ദൂരെയുള്ള സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷേ ഡോക്ടർമാര് പറഞ്ഞത് പ്രകാരം അടുത്തുള്ള ഒരു സ്കൂളിൽ 5ാം ക്ലാസ്സിന്റെ പകുതിയിൽ വെച്ച് മാറേണ്ടി വന്നു. കാരണം ഡോക്ടർമാർ പ്രകാരം പറഞ്ഞു, കൂടുതൽ ചിരിക്കുവാൻ പാടില്ല, കൂടുതൽ ദുഃഖിക്കുവാൻ പാടില്ല, ഓടുവാനോ ചാടുവാനോ കളിക്കുവാനോ ഒന്നിനും പാടില്ല. കാരണം ഈ ബ്ലഡിന്റെ പ്രഷർ അല്ലെങ്കിൽ ആ ബ്ലഡിന്റെ പമ്പ് ചെയ്യുന്നത് കൂടാൻ പാടില്ല, ഒരു മീഡിയം ലെവലിന് താഴെ വരുവാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവകൃപയാൽ ഒരു ഓപ്പറേഷനോ മറ്റു യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി എന്ന് പറയുവാൻ സാധിക്കും. ഞാൻ സ്ഥിരം മെഡിസിൻ എടുക്കുമായിരുന്നു. കുറെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാനും അറ്റൻഡ് ചെയ്തു. ഞങ്ങളുടെ ഫാമിലി പ്രാർത്ഥനകൾക്ക് ഒത്തിരി, പപ്പയും അമ്മയും പ്രാർത്ഥനകൾക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. മിക്കവാറും ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും വിശേഷ പ്രാർത്ഥനകൾക്കെല്ലാം ഞങ്ങൾ അവധിയൊക്കെ എടുത്ത് ചർച്ചിൽ പോകുവാനും അങ്ങനെ ഭയങ്കരമായിട്ട് ദൈവികമായ കാര്യങ്ങളിൽ ഞങ്ങളെ മുന്നോട്ട് വളർത്തുവാൻ എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി ശ്രദ്ധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഭയങ്കര അനുഗ്രഹത്തിന് കാരണമായി. എൻ്റെ അനിയത്തിയുടെയും ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹത്തിന് കാരണമായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെന്നൊക്കെ ഒരു മെസ്സേജ് കേട്ടു കർത്താവിന്റെ ദാസനിലൂടെ. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ദൈവം എനിക്ക് സൗഖ്യം തന്നാൽ ഓക്കെ, ഇല്ലെങ്കിലും ഓക്കെ, ഞാൻ ഇനി മെഡിസിൻ കഴിക്കത്തില്ല എന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല പ്രാവശ്യം മെഡിസിൻ തന്നുവെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാൻ അത് മാറ്റി. പിന്നെ അടുത്ത ദിവസത്തെ പ്രെയറിന് ഞാൻ മെഡിസിൻ ഒന്നും എടുക്കാതെ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുക്കാതെ ഫാസ്റ്റിങ്ങോടുകൂടെ തന്നെ പോയി. പക്ഷെ ദൈവകൃപയാൽ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ പതിയെ പതിയെ അതെല്ലാം മാറി. ദൈവകൃപയാൽ ഇന്ന് ഞാൻ ഓക്കെയാണ്. ആ സമയം കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെയാണ്. ഇതുവരെ മറ്റു യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വണ്ണം ദൈവം കാത്തു. ദൈവം എന്നെ ഓപ്പറേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. എനിക്ക് ചെറുപ്രായം മുതലേ എൻ്റെ സുഹൃത്തുക്കൾ ചർച്ചിലെ വിശ്വാസികൾ തന്നെയാണ് കൂട്ടുകാരായുള്ളത്. ദൈവകൃപയാൽ സൺഡേ സ്കൂൾ, CA ഇതിലെല്ലാം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുവാനും ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളിലും, അത് ചെറിയ ജോലികൾ മുതൽ മറ്റെല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. തീർച്ചയായിട്ടും ഈ സൺഡേ സ്കൂൾ
ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് വിളപ്പിൽ ചർച്ചിലെ ഒരു മെമ്പറാണ്. ആ ചർച്ചിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സൺഡേ സ്കൂൾ, അതുപോലെ CA, ഞങ്ങളുടെ മുതിർന്ന സഹോദരങ്ങൾ എല്ലാവരും ഞങ്ങളെ ഒത്തിരി വാർത്തെടുത്തു. അവരെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും അവരെല്ലാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാം ഞാൻ ഇന്നും ഓർക്കുന്നു. അവരെ ഒത്തിരി എഫേർട്ട് എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് എനിക്കൊരു സാറുണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന, ഷൈൻ ജോസ് എന്നാണ് സാറിന്റെ പേര്. തന്റെ എഫേർട്ടുകളെല്ലാം ഞാൻ ഇന്നും ഓർക്കുന്നു. തീർച്ചയായിട്ടും താൻ ഞങ്ങളെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുമ്പോൾ തനിക്ക് ആ കർത്താവിന്റെ ദാസൻ ആ സമയത്ത് ചെറിയൊരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അത് മാത്രമായിരുന്നു അന്ന് തന്റെ വരുമാനം. പക്ഷേ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് സെറോക്സ് കോപ്പിയൊക്കെ എടുത്ത് തന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. തനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ചെലവഴിച്ചു. തീർച്ചയായിട്ടും അതൊക്കെ എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമാണ്. എല്ലാവരെയും ദൈവം ഒത്തിരി ധാരാളമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, നാം ഇന്ന് പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ, അല്ലെങ്കിൽ നാം ഇന്ന് പൈതങ്ങളെ പഠിപ്പിക്കുന്ന വാക്യങ്ങൾ, വചനങ്ങൾ, ഇതൊന്നും വലിയ കാര്യമുള്ളതല്ലെന്നൊക്കെ പലപ്പോഴും നമ്മുടെ ചിന്തകളിലൊക്കെ വന്നേക്കാം. പക്ഷേ ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു, നാം ഇടുന്ന ഓരോ വിത്തുകളും ചിലപ്പോൾ അത് വലുതായിരിക്കാം, ചിലപ്പോൾ അത് ചെറുതായിരിക്കാം, പക്ഷെ അതെല്ലാം മുളയ്ക്കുന്ന ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഈ വചനത്തിന്റെ വിത്തുകൾ കെട്ടുപോകത്തില്ല. അത് വലിയ കൊയ്ത്ത് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഞാനുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അങ്ങനെ ഞാൻ സൺഡേ സ്കൂളിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തതാണ് എന്റെ ഈ മിഷൻ ദൗത്യത്തിലോട്ട് ഞാൻ തിരിഞ്ഞത്. തിരുമല അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൺഡേ സ്കൂൾ ക്യാമ്പ്, ഒരു തിരുമല സ്കൂളിൽ വെച്ച് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ കർത്താവിന്റെ ദാസൻ പ്രൊഫാറ്റി തങ്കച്ചൻ പാസ്റ്ററാണ് മിഷൻ ചലഞ്ച്. ഞങ്ങളുടെ എല്ലാ ക്യാമ്പുകളിലും മിഷൻ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ഒരു സെക്ഷൻ മിഷൻ ചലഞ്ചിന് വേണ്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രൊഫാറ്റി തങ്കച്ചൻ പാസ്റ്ററാണ് ഈ മിഷൻ ചലഞ്ച് എടുത്തത്. അത് എന്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് എന്തോ പറയാൻ, ഒരു ഓപ്പണിങ്, അല്ലെങ്കിൽ മിഷന് വേണ്ടി നിൽക്കണമെന്നുള്ള ഒരു വിത്ത് എന്റെ ഉള്ളിൽ കർത്താവിന്റെ ദാസൻ ഇട്ടു. അന്നു മുതൽ ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവെ എന്നെ അയക്കണമേ. ഞാൻ കർത്താവെ നോർത്ത് ഇന്ത്യയുടെ കർത്താവ് ഈ വയൽ പ്രദേശത്തേക്ക് പോകാം. തീർച്ചയായിട്ടും അന്ന് കർത്താവിന്റെ ദാസൻ എടുത്ത ക്ലാസ് എല്ലാം ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. ഈ ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങളെ കുറിച്ചെടുത്തു, പ്രതികൂലങ്ങളെ കുറിച്ചെടുത്തു. അതിലൊക്കെ ഉപരി താൻ ഫോക്കസ് ചെയ്തത് എന്തുകൊണ്ട് പോകണം. ഒത്തിരി ചാൻസസ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒത്തിരി വഴികൾ അവിടെയുണ്ട്, പക്ഷെ അവിടെ പോകുവാൻ ആളില്ല. പ്രശ്നങ്ങൾക്കിടയിലും സഭകൾ വളരുന്നുണ്ട്, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നുണ്ട്, സുവിശേഷം പറയുവാൻ ആളില്ല എന്നുള്ള ആ ഒരു ഫോക്കസിലും അങ്ങനെ ഒരു ക്ലാസ് എടുത്തു. അതെന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പിടിച്ചുകുലുക്കി. ഞാൻ അന്ന് തന്നെ തീരുമാനമെടുത്തു, കർത്താവ് എന്നെ അയക്കണമേ എന്ന്. കർത്താവിന്റെ ദാസൻ അവസാനം ഈ ഒരു വാക്യം വായിച്ചു. യെശയ്യാവ് 6:8 ഇപ്രകാരം പറയുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു വാക്യം കർത്താവിന്റെ ദാസൻ അവസാനം ആ കൺക്ലൂഷന്റെ സമയത്ത് പറഞ്ഞു. അപ്പോൾ ഞാനും ഈ വാക്യത്തോട് ചേർന്ന് പറഞ്ഞു, കർത്താവെ അടിയനെ അയക്കണമേ, ഞാൻ പോകാം കർത്താവ് എന്നെ എവിടെ അയച്ചാലും ഞാൻ പോകാമെന്നുള്ള ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ദൈവകൃപയാൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും അങ്ങനെ മുന്നോട്ട് പോകുവാനും സഹായിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അവര് സപ്പോർട്ടായിരുന്നു. അമ്മയ്ക്കും പപ്പയ്ക്കും മറ്റു യാതൊരു പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അവരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാസ്റ്ററോട് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ യാഗദത്ത് മണിയായിരുന്നു. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു. കർത്താവിന്റെ ദാസനും ഭയങ്കര സന്തോഷമായിരുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഓക്കെ, നല്ല കാര്യമാണ്, നമുക്ക് അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കർത്താവിന്റെ ദാസൻ ഒത്തിരി എൻകറേജ് ചെയ്തു. അങ്ങനെ ദൈവകൃപയാൽ അങ്ങനെ മുന്നോട്ട് പോകുവാൻ ദൈവം എന്നെയും സഹായിച്ചു. 2009 ഞാൻ ബദനി ബൈബിൾ കോളേജിൽ പോകുവാനായി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ
ഈ വിഷയം ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ യാഗത്തുമണിയോട് പറഞ്ഞപ്പോൾ താൻ എന്നോട് പറഞ്ഞു, അങ്ങനെ നോർത്ത് ഇന്ത്യൻ വിഷൻ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈബിൾ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബദനി ബൈബിൾ കോളേജ്, ആ സമയത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ബൈബിൾ കോളേജാണ്, ആ ബൈബിൾ കോളേജിലേക്ക് കർത്താവിന്റെ ദാസൻ കൊണ്ടുവിട്ടു. തീർച്ചയായിട്ടും ഈ ബദനി ബൈബിൾ കോളേജ്, സന്തോഷ് ജോൺ സാറായിരുന്നു അപ്പോഴത്തെ പ്രിൻസിപ്പൽ. ആ സമയമെല്ലാം എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി ഭാഷ. കാരണം എന്റെ ജീവിതത്തിൽ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന്. പക്ഷെ ആ വിഷനെ പൂർത്തീകരിക്കുവാൻ ബദനി ബൈബിൾ കോളേജ് എന്നെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് നയിച്ചു എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചകളിലും മിഷൻ ചാപ്പലുണ്ട്. അപ്പോൾ മിക്കവാറും ബുധനാഴ്ചകളിൽ അവൈലബിൾ ആയിട്ടുള്ള മിഷണറിമാരെ തന്നെ വിളിച്ചിട്ട് ആ ഒരു മിഷണറിമാരുടെ അനുഭവങ്ങൾ, മിഷണറിമാരുടെ ജീവിതങ്ങൾ, എങ്ങനെ അവർ എന്തൊക്കെ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്നത്, എങ്ങനെ അഭിമുഖീകരിക്കുന്നത്, ഇതൊക്കെ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഗ്രഹത്തിന് കാരണമായി. തീർച്ചയായിട്ടും എന്റെ ഉള്ളിൽ ആ ഒരു വിഷനെ പിന്നെയും പിന്നെയും അത് കത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും അണയാതെ വണ്ണം എനിക്ക് പിന്നെയും ഇത്രയും വേഗം മിഷൻ ഫീൽഡിൽ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു വിഷൻ എന്റെ ഉള്ളിൽ പിന്നെയും ഈ മിഷൻ ചാപ്പലുകൾ അല്ലെങ്കിൽ മിഷണറിമാരുടെ അനുഭവങ്ങളൊക്കെ അങ്ങനെ അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ 19ാമത്തെ വയസ്സിലാണ് ബൈബിൾ കോളേജിൽ പോകുന്നത്. 19ാമത്തെ വയസ്സിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയി. തീർച്ചയായിട്ടും ഇതെന്റെ ജീവിതത്തിൽ ഈ ബദനി ബൈബിൾ കോളേജ് ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. ഇന്നും ഈ ബദനി ബൈബിൾ കോളേജ് നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായി മുന്നോട്ട് വരുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ബദനി ബൈബിൾ കോളേജിന്റെ ഒരു പോളിസി ഇതായിരുന്നു: 1 വർഷം പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് 2 വർഷം നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിക്ക് വേണ്ടി പോകണം. അതിനുവേണ്ടി ആ കോളേജ് ഞങ്ങളെ പല സ്ഥലങ്ങളിൽ വിടും. പല മിഷണറിമാരുടെ അടുത്തേക്ക്, നോർത്ത് ഇന്ത്യയിലുള്ള പല മിഷണറിമാരുടെ അടുത്തേക്ക് അവരെ വിടും. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി. അങ്ങനെ 2010 വർഷം ഞാൻ ഹിമാചലിൽ പാസ്റ്റർ മനോജ് ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന പാസ്റ്ററിന്റെ അടുത്തേക്ക്, ഹിമാചൽ സുന്ദർ നഗറിലെ ആ പാസ്റ്ററിന്റെ അടുത്തേക്ക് പോകുവാനിടയായി തീർന്നു. അതാണ് എന്റെ നോർത്ത് ഇന്ത്യൻ ട്രാവൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എത്തപ്പെട്ട ഫസ്റ്റ് നിമിഷം അതാണ്. തീർച്ചയായിട്ടും ഭയങ്കരമായ ഒത്തിരി ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് ഭയങ്കരമായ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി ഓടുന്ന ഒരു ദൈവദാസൻ, ആ ദൈവദാസന്റെ അനുഭവങ്ങൾ ദൈവദാസനോടുകൂടെ ഏകദേശം 2 മാസത്തോളം ആയിരിക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവ് ഒത്തിരി ദൈവദാസനെ അനുഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി ദൈവം അങ്ങനെ ആ ദാസനെ ഒത്തിരി പ്രവർത്തനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒത്തിരി പേരെ നേടുവാൻ ദൈവം ഉപയോഗിക്കുന്നു. പലപ്പോഴും ഞാൻ കണ്ടതെല്ലാം ഈ കേരളത്തിലെ ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിശ്വാസികളുടെ രീതികളൊക്കെയാണ് ഞാൻ കണ്ടതും മുന്നോട്ട് പോയതും. പക്ഷെ ഞാൻ അവിടെ പോയി എത്തപ്പെട്ടപ്പോൾ ഒത്തിരി എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. കാരണം നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അവിടെ ആ സമയത്ത് പോയ സമയത്ത് അത്യാവശ്യം ചെറിയ തണുപ്പുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരി ഓരോ വിശ്വാസികളെയും കാണുവാൻ മലകളും കുന്നുകളും താണ്ടി, അല്ലെങ്കിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്ത് കർത്താവിന്റെ ദാസനോടൊപ്പം പോകുവാനും, പല ദിവസങ്ങളിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു വിശ്വാസി കാണും മീറ്റിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ കൂട്ടങ്ങളൊക്കെ കാണും. പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ബൈക്കിൽ ട്രാവൽ ചെയ്തു പോയി അവിടെ മീറ്റിങ്ങുകൾ നടത്തി തിരിച്ചു വരുന്നു. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസുകളായിരുന്നു. ഞാൻ ഇതുവരെയും അതൊന്നും കണ്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല. അപ്പോഴാണ് എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയുടെ സീരിയസ്നെസ് മനസ്സിലായി തുടങ്ങിയത്. ഒരാത്മാവും വിലയേറിയതാണെന്നുള്ള ഒരു ഭയങ്കര ഉത്തമ ബോധ്യത്തോടുകൂടെ ആ കർത്താവിന്റെ ദാസൻ വേല ചെയ്തുകൊണ്ടിരുന്നു. അത് എന്റെ ജീവിതത്തിൽ പിന്നെയും ഈ നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ഭയങ്കരമായ ഭാരം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും വേഗം എത്തപ്പെടണം, എനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ഇഷ്ടം വർദ്ധിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് 2011 ഞാൻ ആൻഡമാൻ നിക്കോബാറിലേക്ക് പോയി പാസ്റ്റർ റിജോയുടെ അടുത്ത്. അതും എന്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസനും ഇതുപോലെ തന്നെ ദൈവത്തിനു വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസൻ. ഞാൻ പല പ്രാവശ്യം കർത്താവിന്റെ ദാസനും ഞാനുമായിട്ട് ബൈക്കിലും, അതുപോലെ ഈ ബോട്ടിലും കയറി ഒത്തിരി ദൂരം സഞ്ചരിച്ച് പല ഗ്രാമങ്ങളിലും പോയി. ഒത്തിരി നടക്കാനുണ്ട്, അത് നടന്ന് പല ഗ്രാമങ്ങളിലും പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ അന്ന് ഫോൺ സർവീസ് ഒന്നും അത്ര
പ്രചാരത്തിലില്ലാത്ത സമയം, പ്രത്യേകിച്ച് ആൻഡമാനിൽ ഒട്ടും വർക്കാകാത്ത സമയം, ഞാൻ കർത്താവിന്റെ ദാസനോടുകൂടി പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ കർത്താവിന്റെ ദാസൻ ഞാനുമായിട്ട് ഒത്തിരി ദൂരം ബൈക്കിൽ പോയിട്ട് ബൈക്ക് ഒരിടത്ത് വെച്ചിട്ട് അടുത്ത് ഒരു ബോട്ടിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. ഒരു മലയൊക്കെ കയറി നടന്ന് ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അവിടെ പോയപ്പോൾ അവിടെ ആരുമില്ല, വിശ്വാസികളൊന്നുമില്ല. പിന്നെ നിരാശയോടെയല്ല, എങ്കിലും നിരാശയോടെയാണ് ഞങ്ങൾ തിരിച്ചു വരുവാനിടയായിത്തീരുന്നു, ആ ഒരു വിശ്വാസികളെ ആരെയും കാണാതെ. പിന്നെയും ഞങ്ങൾ അവിടെ പോയി ആ വിശ്വാസികളൊക്കെ കണ്ടു. അതൊക്കെ എന്റെ ജീവിതത്തില് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലൊക്കെ ഉപരി ദൈവത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടണം. പ്രത്യേകിച്ച് ഒത്തിരി പേര് ദൈവത്തെ അറിയുവാനുണ്ട് എന്നുള്ള ഒരു ബോധ്യവും തന്നു. അതോടൊപ്പം ഈ ഓരോ ആത്മാക്കളും ഒത്തിരി വിലയേറിയതായി എണ്ണുവാൻ ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ അതെന്നെ ദൈവം പഠിപ്പിച്ചു. അതെന്റെ ജീവിതത്തില് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് 3-ാമത്തെ വർഷം പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് വേണ്ടി 2012 ഞാൻ ഉത്തർപ്രദേശിലെ പക്ഷെ സാമുവൽ ജെ സ്റ്റീഫന്റെ അടുത്തേക്ക് വരുവാനിടയായി തീർന്നു. ഉത്തർപ്രദേശിലേക്ക് ഞാൻ കാലുകുത്തി. അത് എന്റെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ചു. ഞാൻ ഈ ഹിമാചലിൽ പോയതിലും ആൻഡമാൻ പോയതിലും ആൻഡമാൻ ഡിഗ്ലിപ്പൂരിൽ പോയതിലും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഉത്തർപ്രദേശിലെ അനുഭവങ്ങൾ. ഏകദേശം ഒരു 14 വർഷത്തിന് മുമ്പുള്ള അവസ്ഥ. ഞാൻ ഇവിടെ വന്നിട്ട് 14 വർഷമായി. 2012 ഞാൻ ഉത്തർപ്രദേശിൽ മിനിസ്ട്രി തുടങ്ങി. 2012 ജൂലൈ 1-ാം തീയതി ഈ ഉത്തർപ്രദേശിൽ വന്നിട്ട് മിനിസ്ട്രി ആരംഭിക്കുവാനിടയായി തീർന്നു. ഉത്തർപ്രദേശിൽ വന്നപ്പോൾ തന്നെ എന്റെ കാഴ്ചപ്പാടുകളെല്ലാം അങ്ങ് മാറി. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇവിടെ ആയിരിക്കാം എന്റെ മിഷൻ പ്ലേസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെയൊക്കെ ആയിരിക്കും, പക്ഷേ ഉത്തർപ്രദേശിൽ വന്നപ്പോൾ എന്റെ ഹൃദയം അങ്ങ് തകരുവാനിടയായി തീർന്നു. കാരണം ഞാൻ അപരിഷ്കൃതായരായ ഒത്തിരി ജനങ്ങൾ, ദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, തീർച്ചയായിട്ടും അവരുടെ ലൈഫ് തന്നെ എന്തിനാണ്, അവരുടെ ജീവിതം എന്ന് തന്നെ അറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ലാതെ ജീവിക്കുന്ന ഒരു ജനത, മോക്ഷം ലഭിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുവാൻ അവര് എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ജനത. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭാരത്തെ പിന്നെയും ക്രിയേറ്റ് ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ ആ സമയത്ത് പോകുമായിരുന്നു. കർത്താവിന്റെ ദാസനോട് കൂടെ പോകുമ്പോൾ ഗ്രാമങ്ങളിലെ ആ ദയനീയമായ കാഴ്ചകളൊക്കെ എന്നെ പിടിച്ചു കുലുക്കി. അല്ലെങ്കിൽ അതിലൊക്കെ ഉപരി ഞാൻ പല ദേവദാസന്മാരെയും കാണുവാൻ ഇടയായിത്തീർന്നു. അവരുടെ ജീവിതം തന്നെ യു പിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഈ യു പിയുടെ മണ്ണിൽ എന്തോ പറയാം, ബലിയായി തീർത്ത ഒത്തിരി ദൈവദാസന്മാർ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അതിലൊക്കെയും ഉപരി അവര് ദൈവരാജ്യത്തിലുള്ള ഒരു സന്തോഷം, അതൊക്കെ എന്റെ ജീവിതത്തെ അങ്ങ് പിടിച്ചു കുലുക്കുവാൻ ഇടയായിത്തീരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ആയിരിക്കുമ്പോൾ ഞാനും ഒരു തീരുമാനമെടുത്തു, കർത്താവെ എന്നെ ഈ ഉത്തർപ്രദേശിലേക്ക് അയക്കണമേ എന്ന്. ഞാൻ ഈ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവൽ ജെ സ്റ്റീഫനോട് കൂടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ പല ഗ്രാമങ്ങളിലും ഒക്കെ പോയത് എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി. തീർച്ചയായിട്ടും ഈ ഒരു യാത്ര എന്റെ ഒരു വിഷനെ തന്നെ അങ്ങ് പിടിച്ചു കുലുക്കി. ഞാൻ എന്തായിരിക്കണമോ അങ്ങനെയല്ല ഞാൻ ഇന്ന് ആയിരിക്കുന്നത്, പക്ഷേ എന്റെ ആ ഒരു തീക്ഷ്ണതയൊക്കെ അങ്ങ് കൂട്ടി. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുവാനും ഇവിടെ വരുവാനും പിന്നെ അടുത്ത എന്റെ മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കർത്താവിന്റെ ദാസനോട് സംസാരിച്ചു. കർത്താവിന്റെ ദാസൻ എന്നോട് ഒത്തിരി സന്തോഷത്തോടെ പെരുമാറി. എനിക്ക് ഗോളാ ബജാർ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ മറ്റു വിശ്വാസികളൊന്നുമില്ല. മറ്റൊരു ദേവദാസൻ, ഞങ്ങൾ അന്നത്തെ പ്രസ്ബിറ്റർ ആയിരുന്ന പാസ്റ്റർ റെജി സാമുവൽ, ആ പാസ്റ്ററിനെ എനിക്ക് പരിചയപ്പെടുത്തി. ഞാൻ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ഗോളാ ബജാർ ഈ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 60 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോളാ ബജാർ. അവിടെ പോയി പ്രവർത്തിക്കുവാൻ ഒത്തിരി സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 കോണ്ടാക്ട്സ്, വിശ്വാസികളല്ല, ഒരു 3 കോണ്ടാക്ട്സ് കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. ആ കോണ്ടാക്ട്സിനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തു തന്നു. അങ്ങനെ ആ ഒരു ഗോളാ ബജാറില് ഞാൻ 2012 ജൂലൈ 1 മുതൽ അവിടെ ഒരു മീറ്റിംഗ് ആരംഭിക്കുവാനിടയായി തീർന്നു. അതാണ് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്, ചർച്ച് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇത് എന്റെ ജീവിതത്തിലെ ഒരു പുതിയ ആരംഭമായിരുന്നു. പലപ്പോഴും ഞാൻ ഇന്ന് ഓർക്കാറുണ്ട്, ഞാൻ വന്നപ്പോഴും എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞങ്ങളെ ബദനി ബൈബിൾ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു, എങ്കിലും അത്ര അങ്ങോട്ട് വായിക്കാനും എഴുതാനും അത്യാവശ്യം അറിയാം, പക്ഷേ സംസാരിക്കുവാനും
അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാക്കുവാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. പക്ഷേ ഞാൻ ആ ഗോള ബജാറിൽ വന്ന് എന്റെ കൈമുതലായിട്ട് എനിക്ക് ബിയാട്രിക് ടീച്ചർ, ഞങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ബുക്ക് തന്നായിരുന്നു. 30 ദിവസം കൊണ്ട് എങ്ങനെ ഹിന്ദി പഠിക്കാമെന്നുള്ള ഒരു ബുക്ക് അതുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ നോക്കി പഠിക്കുവാനിടയായി തീർന്നു. അതെനിക്ക് ഒത്തിരി അനുഗ്രഹത്തിന് കാരണം തന്നെയായി തീർന്നു. പക്ഷേ ഞാൻ ഈ ഗോള ബജാറിൽ എത്തിയത് ഇച്ചിരി ഉൾപ്രദേശമാണ്. സിറ്റിയിൽ നിന്ന് 60 കിലോമീറ്റർ മാറിയാനുള്ള ഒരു സ്ഥലം. ഒത്തിരി ഒരു ഇന്റീരിയർ ഏരിയ ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ കരുതി ഹിന്ദിയൊക്കെ ചലിക്കുമെന്നെങ്കിലും എനിക്ക് ഹിന്ദി അറിയത്തില്ല എങ്കിലും ഒരുവിധമൊക്കെ ഞാൻ പഠിച്ചതും കേട്ടതും കണ്ടതും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചലിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഹിന്ദി ചലിക്കുമെങ്കിലും കൂടുതലും ഭോജ്പൂരി എന്ന് പറയുന്ന ഒരു ഭാഷ, അതാണ് അവിടെ കൂടുതലായി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഉണ്ടായിത്തീർന്നു. പക്ഷേ എങ്കിലും ദൈവം നിർത്തി എന്ന് തന്നെ പറയാം. ഞാൻ പലപ്പോഴും കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ സാധനം വാങ്ങേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓരോ സാധനവും തൊട്ട് കാണിക്കും. എന്നിട്ട് ഒരു എമൗണ്ട്, എനിക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, ഒരു സാധനത്തിന് 50 രൂപയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കും. ചിലപ്പോൾ ബാക്കി തരും, അല്ലെങ്കിൽ പിന്നെയും അവർ ചോദിക്കും, അപ്പോൾ ഞാൻ പിന്നെയും പൈസ കൊടുക്കും. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിയ അനുഭവങ്ങളുണ്ട്. ഈ സമയത്ത് ഞാനും പാസ്റ്റർ റെജിയും 60 കിലോമീറ്ററോളം ആ സമയത്ത് ചൂട് സമയമായിരുന്നു. ചൂട് സമയത്ത് റെജിയുടെ ബൈക്കിൽ ഞങ്ങൾ പോയി ആ ഗോള ബജാറിൽ പോകുവാനും രണ്ട് റൂം എടുക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു റൂം ആരാധനയ്ക്കായിട്ടും ഒരു റൂം താമസിക്കാനായിട്ടും, അങ്ങനെ 2 റൂം എടുത്തു. അന്ന് 1200 രൂപയായിരുന്നു അതിന്റെ വാടക. ചെറിയ റൂമാണ്, ഇടുങ്ങിയ റൂം. 8x8 2 റൂം, 8x8 ഉള്ള 2 റൂം. ഒരു റൂമിൽ താമസിക്കാനും ഒരു റൂമിൽ ആരാധന നടത്താനും. ഞങ്ങൾ ആ നിലയിൽ ഒരു 3 റൂമുണ്ട്. അത് ഒരെണ്ണം പാനിപൂരിയൊക്കെ ഉണ്ടാക്കുന്ന സഹോദരന്മാര് താമസിക്കുകയും അവിടെ പാനിപൂരിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു റൂം, മറ്റു 2 റൂം ഞങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി എടുത്തു. ഞങ്ങൾ റൂം എടുത്തപ്പോഴേ ഞങ്ങളോട് ആ ഉടമസ്ഥൻ പറഞ്ഞു, ഇവിടെ ഉള്ള ഞങ്ങളുടെ റൂമിന്റെ അടുത്തൊരു റോഡുണ്ട്, റോഡിനപ്പുറത്താണ് ഉടമസ്ഥൻ താമസിക്കുന്നത്. അവിടെ ടോയ്ലറ്റിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമേ അവരെന്നോട് പറഞ്ഞു, ഇത് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഗേറ്റ് അടവാണെങ്കിൽ ഒരു കാരണവശാലും ടോയ്ലറ്റിൽ പോകാനോ ഒന്നിനു വേണ്ടി തട്ടരുത്. ഗേറ്റ് തുറന്നു കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അകത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാരണവശാലും തട്ടി ആരെയും ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ഇത്. എന്നിട്ട് അവർ പറഞ്ഞു, അവിടെ ഒരു കൃഷി സ്ഥലമുണ്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാം, പകല് തുറന്നു കിടക്കുന്നെങ്കിൽ പോകാം, പക്ഷെ ഗേറ്റ് തട്ടി ആരെയും ബുദ്ധിമുട്ടിക്കില്ലെന്ന്. അതൊക്കെ എന്റെ ജീവിതത്തില് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കും. കാരണം നമ്മുടെ നാട്ടിലെ ആ ഒരു ഇതിനൊക്കെ एकदम വിപരീതമായിരുന്നു. പക്ഷെ എങ്കിലും പിടിച്ചു നിൽക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഈ കറണ്ട് ഒരു കാരണവശാലും തരത്തില്ല അവര്. മിക്കവാറും ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ നമുക്ക് ആ സമയം കറണ്ട് കിട്ടുമായിരുന്നു. ചൂടാണെങ്കിൽ ഇത്രയും ഭയങ്കര ചൂട്. 8x8 റൂം, അതില് ചെറിയൊരു ജനാലയുണ്ട്, അത് മാത്രമാണ് ഉള്ളത്. ഭയങ്കര ചൂടായിരിക്കും. അതോടൊപ്പം ഈ പാനിപൂരി ഉണ്ടാക്കുന്ന സഹോദരന്മാര് അവരവിടെ പാനിപൂരി ഉണ്ടാക്കുമ്പോൾ പുകയും കൽക്കരിയുടെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ചൂടും എല്ലാം ഈ റൂമിൽ അടിച്ച് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. തണുപ്പാണെങ്കിലും ഞാൻ എന്റെ ജീവിതത്തില് തണുപ്പ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ആ സമയത്ത് കൊടും തണുപ്പ് ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ സമയങ്ങളായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. ഞാൻ ആ സ്ഥലത്തായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ ഫസ്റ്റ് ഞാൻ അവിടെ താമസിക്കാൻ പോയപ്പോൾ എന്നോടൊപ്പം ഒരു സോനു എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരനും കൂടെ ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വിട്ടായിരുന്നു. കർത്താവിന്റെ ദാസൻ എന്നോട് കൂടെ വന്നു. ചില ദിവസങ്ങൾ താമസിച്ചിട്ട് കുറച്ച് ദിവസം താമസിച്ച് ഒരു 2 മാസത്തോളം എങ്കിലും താമസിച്ച് ഞാനൊന്ന് ഭാഷ പഠിക്കുന്നവർ അഡ്ജസ്റ്റ് ആയിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞ് താൻ വന്നത്. പക്ഷേ താൻ വന്നു, ചില ദിവസങ്ങൾക്കകം തനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് താനും തിരിച്ചു പോന്നു. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കായി.
എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ മിനിസ്ട്രി ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ പലപ്പോഴും ഇരുന്ന് റൂമിനകത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, എന്തിനാണ് എന്നെ വിളിച്ചത് കർത്താവേ? എനിക്ക് കർത്താവെ ഭാഷ അറിയത്തില്ല. ഞാൻ ആരോടെങ്കിലും ട്രാക്ട് കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ട്രാക്ട് ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ആരെങ്കിലും എന്നോട് തിരിച്ച് ഇതെന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇത് തരുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചു പറയുവാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. യോശുവ 1:3 ആ വാക്യം എന്നോട് ദൈവം സംസാരിച്ചു. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ഒരു വാക്യം എന്നോട് ദൈവം സംസാരിച്ചു. തീർച്ചയായിട്ടും ഇതെന്നെ പിന്നെയും ബലപ്പെടുത്തി. ഇതെന്നെ ഒരു മിനിസ്ട്രിയുടെ ഒരു ഒരു ഞാൻ ഒരു പുതിയ തലത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ചെയ്യുവാൻ എന്നെ ദൈവം സഹായിച്ചു. നടക്കുവാൻ ഭാഷ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ നടക്കുവാൻ തുടങ്ങി. ഓരോ ഗ്രാമങ്ങളും ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ചിലപ്പോൾ പ്രാർത്ഥിച്ച് ഓരോ ഗ്രാമങ്ങളിലെത്തുമ്പോൾ ചിലപ്പോൾ ചില ആൽത്തറകൾ കാണും, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇത്തിരി തണലുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്ന ഗ്രാമത്തിന് വേണ്ടി, ഗ്രാമത്തിലെ വിടുതലിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാനിടയായി തീരും. ഈ ഒരു പ്രാർത്ഥന എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നു. ഇതായിരുന്നു എന്റെ ആദ്യകാല മിനിസ്ട്രികൾ എന്ന് ഇതായിരുന്നു എന്റെ ആദ്യകാല മിനിസ്ട്രികൾ. ഞാൻ ഇതൊക്കെ ചെയ്യുവാനിടയായി തീർന്നു. പതിയെ പതിയെ ഞങ്ങളുടെ ആരാധനകൾ എല്ലാ സൺഡേയും വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം പാസ്റ്റർ റെജിയും അല്ലെങ്കിൽ സാം പാസ്റ്ററോ അങ്ങനെ പല പാസ്റ്റർമാര് വന്നിട്ട് ഞങ്ങളുടെ ആരാധന നടത്തിയിട്ട് അവർ തിരിച്ചു പോകുമായിരുന്നു. കാരണം അവരുടെ ആരാധന കഴിഞ്ഞിട്ട് അവർ ഇത്രയും ദൂരം വന്ന് ആരാധന കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആരാധനകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ഈ ഗ്രാമങ്ങൾ ചുറ്റി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ഫസ്റ്റ് വിശ്വാസിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പിണ്ടു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ആന്റി ഉണ്ട്, സുധ ആന്റി എന്നാണ് ആന്റിയുടെ പേര്. ആന്റി ഗ്രാമത്തിലുള്ള ആന്റിയാണ്. ഭോജ്പുരി ആന്റിക്ക് അറിയത്തുള്ളൂ. ആന്റി വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കരയുവാനിടയായി തീർന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലായില്ല. തന്റെ മോന്റെ പേര് പിണ്ടു ആണെന്ന് പറഞ്ഞു. അത് എനിക്ക് മനസ്സിലായി. ബാക്കി ഒന്നും മനസ്സിലായില്ല, എന്തിനാണ് വന്നതെന്നോ. പക്ഷെ ആന്റി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചു. ആന്റിക്കും ഒന്നും മനസ്സിലായില്ല, എനിക്കും ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് അടുത്തുള്ളവരൊക്കെ പറഞ്ഞു സൺഡേ വരണം, സൺഡേ ആണ് ഇവിടെ ആരാധനയുള്ളത്, സൺഡേ ഹിന്ദി അറിയാന്നുള്ള ആൾക്കാരൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. സമയമൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ ഒരുവിധമൊക്കെ പറഞ്ഞൊപ്പിച്ച് ആന്റി അങ്ങ് പോയി. അടുത്ത ആന്റി ഭയങ്കര സന്തോഷത്തോടു കൂടി സൺഡേ വന്നു. അപ്പോഴാണ് ഈ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ എന്താണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വന്നതെന്നൊക്കെ ആന്റി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് വന്നിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ എന്ന് പറഞ്ഞു. അപ്പൊ ആന്റിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. ആന്റി മന്ത്രവാദി അന്വേഷിച്ചു പോയതാണ്. ആന്റിയുടെ മകൻ ഭ്രാന്തനെന്ന്. പല പ്രാവശ്യം ആന്റിയുടെ മകനെ, ഈ പിണ്ടുവിനെ ഗ്രാമക്കാര് പിടിച്ചു കെട്ടിയിട്ട് പല പ്രാവശ്യം അടിക്കും. ഈ അടിച്ചിട്ട് അവന്റെ ദേഹമൊക്കെ മുറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ആന്റിക്ക് ഭയങ്കര വിഷമം. ആ ഒരു ഇതിനു വേണ്ടി പലയിടത്തും പോയി മന്ത്രവാദം ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ചില ദിവസങ്ങൾ അവൻ ശരിയായിരിക്കും, പിന്നെയും ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആന്റി ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി. അപ്പൊ മന്ത്രവാദി കൊടുക്കുവാൻ വേണ്ടി ഒരല്പ പൈസയുടെ കുറവ് വന്നത് കാരണം മന്ത്രവാദി പറഞ്ഞു, ഞാൻ മന്ത്രവാദം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രവാദി അന്വേഷിച്ചു വന്ന ആന്റി എന്റെ അടുത്തേക്ക് എത്തപ്പെടുവാനിടയായി തീർന്നു. എന്നിട്ട് ആന്റിയുടെ കഥകൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ, കാരണം ആന്റി നല്ല ഭോജ്പൂരിയിലാണ് പറഞ്ഞത്. എനിക്ക് ഹിന്ദിയെ അറിയാത്ത സമയം എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാം കൂടെ അറിയാന്നുള്ളതെല്ലാം കൂടെ അങ്ങോട്ട് യോജിപ്പിച്ച് പ്രാർത്ഥിച്ചു. മുന്നോട്ട് പോയി. ദൈവം വലിയ വിടുതൽ കൊടുത്തു. അവൻ അന്നു മുതൽ ഫ്രീ ആയി. ദൈവം വലിയ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ചെയ്തു. ഇന്നും അവൻ കുടുംബമായി ഗുജറാത്തിന്റെ പ്രദേശത്ത് ജോലിയിലൊക്കെ ആയിരിക്കുന്നു. ദൈവം അവനെ ഒത്തിരി അനുഗ്രഹിച്ചു. അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഈ ആന്റി വന്ന ഗ്രാമത്തിൽ ഞാൻ പോയി ചുറ്റി പ്രാർത്ഥിച്ച ഗ്രാമമാണ് വിസ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അവിടെയൊക്കെ ഞാൻ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച ഒരു ഗ്രാമത്തിൽ നിന്നാണ് ആന്റി വന്നത്. അതൊക്കെ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹത്തിന് കാരണമായി. എന്റെ മിനിസ്ട്രിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസിലെ ഒരെണ്ണം മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ്. അന്ന് ഞാൻ മനസ്സിലാക്കി, മിനിസ്ട്രിക്ക് ഭാഷ ഒരു തടസ്സമല്ല, ദൈവപ്രവൃത്തിക്ക് ഭാഷ ഒരു തടസ്സമല്ലെന്ന് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. തീർച്ചയായിട്ടും ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ
ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യന്റെ ഭാഷയേക്കാൾ അവന്റെ ഡെഡിക്കേഷനാണ് അത്യാവശ്യമെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ഇത് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഉത്സാഹം വർദ്ധിപ്പിച്ചു. എന്റെ ഫസ്റ്റ് വിശ്വാസി ഇത് എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഉത്സാഹങ്ങൾ വർദ്ധിപ്പിച്ചു. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹ പ്രകാരം പിന്നെയും ഞാൻ പല ഗ്രാമങ്ങൾ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പല ഗ്രാമങ്ങളിലും ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ ഗ്രാമങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നാലും ആ ഗ്രാമങ്ങൾക്ക് വേണ്ടി, ഗ്രാമത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഫലം കാണുവാനിടയായിത്തീർന്നു. പിന്നെ എന്റെ മിനിസ്ട്രിയുടെ ഈ ഒരു രീതിയിൽ ഞാൻ അങ്ങോട്ട് മിനിസ്ട്രി ചെയ്യാനിടയായിത്തീർന്നു. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തു. പല ഗ്രാമങ്ങളിലും പോകുമ്പോൾ ഹല്ലേലൂയ പലവിധമായ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൽ പോയി ഭയങ്കരമായി നടന്നു പോയതാണ്. ചില ഗ്രാമങ്ങളിലൊക്കെ അന്ന് പൈസയുടേതായിട്ടുള്ള പലവിധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആട്ടോയില് നമുക്കവിടെ ഈ നമ്മുടെ ഇവിടെ ബസ്സൊക്കെ ഓടുന്നത് പോലെ, കേരളത്തിൽ ബസ്സൊക്കെ ഓടുന്ന പോലെ ഇപ്പോൾ ഷെയർ ആട്ടോ ഒത്തിരി ഓടുന്നുണ്ട്. അങ്ങനെയുള്ള ആട്ടോയില് പോകാന് ചില ഒത്തിരി ദൂരെയുള്ള ഗ്രാമങ്ങൾ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു വാക്കിന് ഷെയർ ആട്ടോയിൽ പോയിട്ട് പിന്നെ നടന്നു വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ നടന്നു പോയിട്ട് പിന്നെ ഷെയർ ആട്ടോയിൽ വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ സാഹചര്യങ്ങൾ. അങ്ങനെ ഞാൻ ഒരു ഗ്രാമത്തിൽ പോയി ഭയങ്കരമായിട്ട് വെള്ളം ദാഹിച്ചു. എനിക്ക് പുറത്തുനിന്ന് കുടിക്കുവാനായിട്ട് എന്റെ കയ്യിൽ അന്ന് അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു വെള്ളം വാങ്ങിച്ചു കുടിക്കുവാൻ. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആദ്യം പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാമുവൽ രാജ്. അപ്പം എന്നിട്ട് അവര് ചോദിച്ചു ടൈറ്റിൽ എന്താണ്. ഞാൻ പറഞ്ഞു സാമുവൽ രാജ്, ഇതാണ് എന്റെ പേര്. എനിക്ക് ഫുള്ളായിട്ട് ഹിന്ദിയും അറിയത്തില്ല, എങ്കിലും ഞാൻ അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു സാമുവൽ രാജ്, ഇതാണ് എന്റെ പേര്. എന്നിട്ട് അവര് പിന്നെയും ടൈറ്റിൽ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതാണ് സാമുവൽ രാജാണ് എന്റെ പേര്, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ ഒന്നുമില്ല. അപ്പോ പറഞ്ഞു ഏത് ജാതിയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു വന്നു. ഞാന് ടൈറ്റിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ സർനെയിം ചോദിക്കുക. അതെ സർനെയിം ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? നേരിട്ട് ജാതി ചോദിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജാതി ചോദിക്കുക ചെയ്യുന്നത്. കാരണം ഓരോ സർനെയിമും ഓരോ ജാതിക്കാരുടേതാ. അപ്പൊ ആ സർനെയിം കേൾക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇദ്ദേഹം ഏത് ജാതിയാണ്. എനിക്കിത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ, ഗുജറാത്തിൽ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ നല്ല പാരമ്പര്യമുള്ളൊരു പഴയ ഗുജറാത്തി കൂട്ടുകുടുംബമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ മരുമോനാണ് എന്നെ കൊണ്ടുപോയത്. മരുമോൻ ബോംബെയിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അയാളുടെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയതാ അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷേ വീട്ടിലെ കാരണവർ നല്ലൊരു ആഠ്യത്വമുള്ള കാരണവരാണ്. ഞാൻ അവരുടെ ലിവിങ് റൂമിൽ കയറി ഇരുന്ന് കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു സർനെയിം എന്തോന്ന് ചോദിച്ചു. കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജാതി വ്യവസ്ഥിതിയൊക്കെ ഉള്ളവിടെ വന്നില്ല. അവർക്ക് നമ്മളെ അവരുടെ ലിവിങ് റൂമിൽ കയറ്റി ഇരുത്താനുള്ള യോഗ്യതയുണ്ടോ എന്നവർക്ക് അറിയണം. മരുമോൻ കൊണ്ടോ നാളായതുകൊണ്ടോ നമുക്ക് കയറി ഇരിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞു പാസ്റ്ററെ, അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സർനെയിം ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു സർനെയിം ഇല്ലാതെ ഒരാൾക്ക് ഇന്ത്യയിൽ ജീവിക്കാനൊക്കത്തില്ല, നിനക്കൊരു സർനെയിം ഉണ്ടാകണം. ഞാൻ പറഞ്ഞു ഞാൻ കേരളക്കാരനാണ്, ഞാൻ ക്രിസ്ത്യനാണ്, എന്നാലും ഒരു സർനെയിം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ദേശം ജാതി ചോദിക്കുക എന്നുള്ളതാ. ഇതൊക്കെ അറിയണം അവർക്ക്. കണ്ടിന്യൂ ചെയ്യാം പാസ്റ്റർക്ക്. അങ്ങനെ അവരെന്നോട് ഈ ടൈറ്റില് ചോദിച്ചു. അപ്പം എനിക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ട് ഇവിടെ ഞാൻ എന്റെ ഫുൾ പേര് പറഞ്ഞു. അപ്പോൾ എന്നോട് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പല പ്രാവശ്യം ചോദിച്ചു സർനെയിം, ജാതി, ആ ഒരു ഇതിന് വേണ്ടി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇതില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജാതിയുടെ പേര് പറഞ്ഞാലും ഇവിടെ ചലിക്കത്തില്ലല്ലോ, അങ്ങനെയുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞു അങ്ങനെ ഇല്ല എങ്കിൽ, ടൈറ്റിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമത്തോടു കൂടി ഇറങ്ങി നടക്കുവാനിടയായി തീർന്നു. പിന്നെ ഞാൻ ദൈവത്തോട് തന്നെ പറഞ്ഞു, ദൈവമേ ഞാൻ ഇനി ആരോടും വെള്ളം ഒന്നും ചോദിക്കത്തില്ല. അങ്ങനെ ഒത്തിരി നടന്നിട്ട് പിന്നെ അടുത്തൊരു കടയുണ്ട്. ആ കടയിൽ വന്ന് ഹാൻഡ് പമ്പ് ചലിപ്പിച്ചിട്ട് ഞാൻ വെള്ളം കുടിച്ചു. അങ്ങനെയുള്ള പല ദുരനുഭവങ്ങളും ഉണ്ടെങ്കിലും ദൈവം ആ ഗ്രാമത്തിൽ നിന്നൊക്കെ ഒത്തിരി പേരെ ഞങ്ങൾക്ക് നൽകി തരുവാനിടയായി തീർന്നു. ഈ ഒരു വിഷയം അതെന്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ ഉണ്ടാക്കി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇത്രയും നടക്കുന്നിട്ടും, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ ഒരു ദുരനുഭവം ഉണ്ടായെന്ന് ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം പല ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുവാനിടയായി. എന്നിട്ട് ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സൈക്കിൾ വാങ്ങുമെന്ന്. അങ്ങനെ ഞാൻ
അന്ന് മുതൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പ്രാർത്ഥനയോടൊപ്പം ഞാനൊരു ഇച്ചിരി ഞങ്ങളുടെ ഉള്ളതിൽ നിന്ന് ഇച്ചിരി ഒരു തുക മാറ്റിവെച്ച് ഏകദേശം അന്നത്തെ കാലത്ത് ഒരു 500 രൂപയോളം മാറ്റിവെച്ചിട്ട് ഒരു സൈക്കിള് നോക്കുവാനിടയായിത്തീർന്നു. പല സെക്കൻഡ് ഹാൻഡ് സൈക്കിള് പലതും ഞാൻ പോയി നോക്കി, പല കടകളിൽ കയറി. അപ്പം ഏറ്റവും കുറഞ്ഞ ഒരു സൈക്കിൾ ഞാൻ ഏകദേശം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് ഒരു കർത്താവിന്റെ ദാസനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ കർത്താവിന്റെ ദാസന് ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്, അത് കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആദ്യമൊന്നും ദൈവത്തോട് അങ്ങോട്ട് അംഗീകരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിച്ചില്ല. കാരണം എന്റെ ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ. കാരണം ഈ ഒരു ദുരനുഭവം കൂടെ ഒക്കെ വന്നത് ഒത്തിരി നടക്കുമായിരുന്നു. പക്ഷേ അതുപോലെ ഷെയർ ഓട്ടോയ്ക്കൊന്നും പൈസ ഇല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഒത്തിരി നടക്കണമായിരുന്നു. അപ്പം സൈക്കിൾ ഉണ്ടെങ്കിൽ അതൊരു ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാകുമല്ലോ എന്നുള്ളൊരിതില് ഞാൻ ഞാൻ സുരുക്കി കൂട്ടി വെച്ച പൈസ ആയിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞോ കൊടുക്കണമെന്ന്. അങ്ങനെ പല പ്രാവശ്യം ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ ഒന്നും പറയാതെ തന്നെ കർത്താവിന്റെ ദാസന് കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നു എന്നേക്കാൾ ഒത്തിരി ആവശ്യം ആ കർത്താവിന്റെ ദാസനുണ്ടായിരുന്നു. അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് അന്നത്തെ കാലത്ത് ഒരു ഭയങ്കര ഒരു എമൗണ്ട് ആയിരുന്നു. എന്റെ ഒത്തിരി ആഗ്രഹങ്ങളായിരുന്നു അത്. ഞാൻ അതങ്ങനെ കൊടുത്തു. അങ്ങനെ പിന്നെയും ഞാൻ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു, കർത്താവ് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ അത്യാവശ്യമായിട്ട് വേണം. കാരണം ഗ്രാമങ്ങളിൽ പോകുവാനും എനിക്ക് നടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ആശ്വാസമായി തീരുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ് എനിക്ക് മുന്നോട്ട് പോയപ്പോൾ കർത്താവ് എനിക്കൊരു സൈക്കിൾ തന്നില്ല. പക്ഷേ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. പല വഴികളും ദൈവം തുറന്നു. അങ്ങനെ നമ്മുടെ ദൈവം ഒത്തിരി കരുതുന്ന ദൈവമാണെന്ന് പിന്നെയും മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഈ ബൈക്കും കൂടെ വന്നപ്പോഴേ എനിക്ക് പല ഗ്രാമങ്ങളിലും ചുറ്റുവാൻ, അല്ലെങ്കിൽ പല ഗ്രാമങ്ങളിലും കവർ ചെയ്യുവാൻ ഇടയായിത്തീരും. ഒത്തിരി ഏരിയകളെ വികസിപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ സമയത്തൊക്കെയും ഞങ്ങളുടെ ചർച്ച് പതിയെ ചെറിയ 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 രീതിയിലുള്ള ഗ്രോത്ത് ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. അതോടൊപ്പം ഞാൻ ഇച്ചിരി ഹിന്ദി പഠിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹിന്ദിയിൽ പ്രസംഗിച്ചു തുടങ്ങി. കാരണം ഈ 4 മണിക്കാണല്ലോ ഞങ്ങളുടെ പ്രെയർ നടക്കുന്നത്. അപ്പോൾ മറ്റ് പാസ്റ്റർമാർ ആരെങ്കിലും വന്നാണ് നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും ഞാൻ ഇതിനിടയ്ക്ക് പാസ്റ്റർമാരുടെ പല മെസ്സേജുകളും ഹിന്ദിയിൽ പറയുന്ന മെസ്സേജ് ഞാൻ മലയാളത്തിൽ എഴുതും. പക്ഷെ അത് ഹിന്ദി എന്താണോ പറയുന്നത് അതൊക്കെ ഞാൻ ഇങ്ങനെ പലതും എഴുതി വെക്കുമായിരുന്നു. എനിക്ക് അറിയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇത് അത്യാവശ്യം വരുമെന്ന്. അങ്ങനെ ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഒരു ദിവസം ഭയങ്കര മഴയുള്ള ഒരു സമയം. അപ്പം റജി പാസ്റ്റർ അവരൊക്കെ ബൈക്കിലാ, കാറിന്റെ വ്യവസ്ഥകളൊന്നും ഇല്ല അന്ന്. അവരൊക്കെ ബൈക്കിലാ വരേണ്ട. അപ്പം പാസ്റ്റർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഭയങ്കര മഴയാണ്, ഞങ്ങൾക്ക് വന്നെത്താൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് രാവിലെ തന്നെ പ്രാർത്ഥിക്കാനിരിക്കുക. രാവിലെ മുതലേ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കർത്താവേ ഇന്ന് ഒരു വിശ്വാസി പോലും വരരുത്. കാരണം വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. പക്ഷെ അന്നാണെങ്കിൽ പല വിശ്വാസികളും വന്നു, സമയത്ത് തന്നെ വന്നിരിക്കുവാനായി തീർന്നു. എങ്കിലും എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഞാൻ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്നൊരു വിശ്വാസിയും വരരുത്. കാരണം എങ്ങനെ അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. എങ്കിലും വിശ്വാസികൾ വന്നിരുന്നു. ഞങ്ങൾ കുറച്ച് പാട്ട് പാടി. ഈ എഴുതി വെച്ചിരുന്ന മെസ്സേജ്, ഞാൻ ഈ ദേവദാസന്മാരിന്ന് കേട്ട മെസ്സേജ് ഞാൻ എഴുതി വെച്ചു. ആ മെസ്സേജ് ഞാൻ അവിടെ പറഞ്ഞു. അന്നത്തെ സഭാരാധനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ഞാൻ എഴുതി വെച്ച് പ്രസംഗിച്ചൊരു അനുഭവങ്ങൾ ഫുള്ള്. കാരണം ഹിന്ദി അറിയാത്തത് കൊണ്ട് എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില സമയങ്ങളിൽ ഒത്തിരി ബൈബിളൊക്കെ ഒത്തിരി വായിച്ച്, എനിക്ക് വായിക്കാനും എഴുതാനും അറിയായിരുന്നു, ഒത്തിരി വായിച്ച് സമയമൊക്കെ നീട്ടിയ അവസ്ഥകളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെയും പതിയെ ഞാനും ഈ ഹിന്ദി പഠിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ ആലയത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ റൂമിൽ ഞങ്ങളുടെ ഒരു 8x8 റൂമാണ്. റൂമിൽ കഷ്ടിച്ച് നന്നായിട്ട് നെരുങ്ങിയിരുന്നാൽ ഒരു 20 പേർക്ക് ഇരിക്കാം. അതിൽ കൂടുതലൊന്നും ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ. പക്ഷേ ദൈവകൃപയാൽ ഈ 20-ൽ നിന്നും റൂമിന്റെ അവസ്ഥകളൊക്കെ വർദ്ധിച്ച് 40ഓളം ആളുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന്, അല്ലെങ്കിൽ തിങ്ങി നെരുങ്ങിയിരുന്ന് ആരാധിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നെ വന്നപ്പോൾ 10 മണിക്കുള്ള ആരാധനയ്ക്ക് ആൾക്കാർ 7ഉം 8ഉം മണിക്കൊക്കെ വന്ന് സീറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥയായി. കൃപയാൽ അങ്ങനെ പല ആഴ്ചകളിലും ഞാൻ ഇന്നും സന്തോഷത്തോടെ ഓർക്കുന്നു, ഞങ്ങൾക്ക് ഇരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വരുമ്പോ തന്നെ അങ്ങ് നിന്നിട്ട് ഫുൾ നിന്ന് ആരാധിച്ച
നിന്ന് ആരാധിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ വലിയ വിശാലതകൾ ആ ഏരിയയിലൊക്കെ വരുത്തുവാനിടയായി തീർന്നു. പല ആഴ്ചകളിലും ഞാൻ എന്റെ ഈ സമയം എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞായി. കുഞ്ഞും വൈഫും ഒക്കെ വന്നു. പല ആഴ്ചകളിലും എന്റെ കുഞ്ഞ് കരയുമ്പോൾ വൈഫ് ഇച്ചിരി പുറത്തോട്ട് പോകും. പുറത്തോട്ട് പോയി അവരൊന്ന് ആശ്വസിപ്പിച്ചിട്ട് അകത്തോട്ട് വരുവാനായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ആ വൈഫ് പോകുന്ന ആ ഒരു ഏരിയയിൽ 2-3 പേര് അവിടെ അങ്ങ് കയറിയിരിക്കും. പിന്നെ എന്റെ വൈഫും കുഞ്ഞും ഒക്കെ പുറത്ത് നിന്ന് ആരാധിച്ച ഒത്തിരി അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ദിവസങ്ങൾ, അതൊക്കെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഓർക്കുന്നു. ചില ചില ആഴ്ചകളിൽ ഞങ്ങൾക്ക് അരമണിക്കൂർ പോലും ആരാധിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തൊട്ടടുത്തുള്ള പാനിപൂരിയൊക്കെ വിൽക്കുന്ന സഹോദരന്മാരാണ്. അവർ ഈ ചില ദിവസങ്ങളിൽ ഈ പാനിപൂരി ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങൾക്ക് അവർ സ്പെഷ്യൽ ഓർഡറൊക്കെ വരും. ആ ഒരു സമയങ്ങൾ, കല്യാണമോ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ആ സമയങ്ങളിലൊക്കെ അവർ പകലും പാനിപൂരി ഉണ്ടാക്കും. രാവിലെയും പാനിപൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ഈ കൽക്കരി ഇട്ടിട്ട് കത്തിക്കുന്ന അടുപ്പാണ്. ഭയങ്കരമായിട്ടുള്ള പുകയായിരിക്കും. ആ പുക ഞങ്ങളുടെ ആലയത്തിനകത്ത് വന്നിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് പെട്ടെന്ന് ആരാധിച്ച അവസ്ഥകളും ഒക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. പെട്ടെന്ന് ആരാധന നിർത്തേണ്ടി വന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ ദൈവം എങ്കിലും ഞങ്ങളെ വളർത്തുവാനിടയായിത്തീരുന്നു. പതിയെ ഞങ്ങൾ മുന്നോട്ട് പോകുവാനിടയായിത്തീരുന്നു. ഞങ്ങൾ പല ആഴ്ചകളിലും ഷിഫ്റ്റ് ആരാധനകൾ എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോയി. കാരണം ഞങ്ങൾ കരുതി ഈ പല സമയങ്ങളിലും വിളിച്ചാൽ നമുക്കത് ഇച്ചിരി കൂടെ നന്നായിരിക്കുമെന്ന് കരുതി. അപ്പോഴും പല ഷിഫ്റ്റ് ആരാധനകൾക്കും വന്നിരിക്കുന്ന ആൾക്കാര് അവരോട് പോകാൻ പറഞ്ഞാലും അവർ പറയും ഞങ്ങൾ പോകുന്നില്ല, ആരാധന കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഷിഫ്റ്റ് ആരാധനയൊന്നും അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ അങ്ങോട്ട് മാറ്റിമറിച്ചു. ഈ ആരാധനയ്ക്ക് വേണ്ടി ഇത്രയും വില കൊടുക്കുന്ന ഒരു ജനത, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ ഇത്രയും ആഗ്രഹമുള്ള ഒരു ജനത, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പുതിയ പാഠങ്ങൾ ദൈവം തരുവാനിടയായിത്തീർന്നു. അത് അങ്ങനെ ഞങ്ങളുടെ ആലയം വളരുവാനിടയായിത്തീർന്നു. ആലയം വളരുന്നതോടൊപ്പം പലവിധമായ അന്വേഷണങ്ങൾ അവിടെ വരുവാനിടയായിത്തീർന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പല അന്വേഷണങ്ങളും വന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആളെ കൂട്ടുന്നു? അന്ന് മതപരിവർത്തനത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിലും എന്തുകൊണ്ട് ആളെ കൂട്ടുന്നു, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പലവിധമായ ചോദ്യങ്ങൾ വരുവാനിടയായിത്തീർന്നു. എങ്കിലും ദൈവകൃപയാൽ ഞങ്ങളുടെ ആ ഒരു ഓണർ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓണർ ആയിരുന്നു, ഹൗസ് ഓണർ. അതുകൊണ്ട് പുള്ളി പലതും ഹാൻഡിൽ ചെയ്ത് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം 2-3 പോലീസുകാർ വന്നിട്ട് അവരോട് ആരോ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ കൂടുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാനിടയായിത്തീർന്നു. അപ്പം ഞങ്ങളുടെ ഓണറിന്റെ മോനുണ്ടായിരുന്നു. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ചർച്ച് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചർച്ച് തുറന്നു കൊടുത്തു. അപ്പൊ അവൻ ഈ പോലീസുകാരെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഇത്രയും ചെറിയ റൂമിൽ എത്ര ആൾക്കാർ കൊള്ളും? നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കുവാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോയി. ഇവിടെ അവരുടെ സത്സംഗ് നടക്കുന്നുണ്ട്, അവരുടെ പൂജാപാട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയി. എങ്കിലും ദൈവകൃപയാൽ ഞങ്ങളുടെ ആലയം വളരുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ ആ റൂം നിറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ചെറിയൊരു പാസേജ് ഉണ്ട്. ആ പാസേജും ഫുള്ളും നിന്ന് ആരാധിക്കുവാനുള്ള ആൾക്കാരായി. അത് കഴിഞ്ഞിട്ട് റോഡിനപ്പുറത്ത്, ആരാധന അവിടെ കേൾക്കുവാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ ആരാധന എന്താണെന്ന് അവർക്ക് ഒന്നും മനസ്സിലാകത്തൊന്നുമില്ല, എങ്കിലും ആൾക്കാർ വന്നിട്ട് റോഡിനപ്പുറത്തുള്ള ആ ഒരു വീട്ടിലിരുന്നിട്ട് ആരാധന കഴിയുമ്പോൾ ഞങ്ങളെയൊക്കെ കണ്ട് സന്തോഷത്തോടെ പിരിയുന്ന അവസ്ഥകൾ ഒത്തിരി സ്നേഹത്തോടെയും നന്ദിയോടെയൊക്കെ ഓർക്കുന്ന ആ ഒരു വിശ്വാസികളുടെ ഒരു തീഷ്ണതയും, അല്ലെങ്കിൽ അവർക്ക് ആരാധിക്കുവാനോ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുവാനോ ഒന്നിനും, വചനം കേൾക്കുവാനോ ഒന്നിനും ഒരു അവസരമില്ല എങ്കിലും ആരാധന എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്ത് അവര് കഴിയുന്ന അവസ്ഥകളിൽ വരുവാനും ഇരിക്കുവാനും ഒക്കെ അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു അവസ്ഥ, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഗ്രഹത്തിന് കാരണമായി. ഈ ഒരു അവസ്ഥകളെല്ലാം ഞങ്ങൾക്കൊന്ന് മാറി ചിന്തിക്കുവാൻ ദൈവം ഞങ്ങൾക്കൊന്ന് ഇച്ചിരി കൂടെ ഒരു വലിയ ഹോൾ ടൈപ്പിലുള്ള ഒരു ആരാധനാലയം വേണം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ മാറുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പല വിശ്വാസികളോടും പറഞ്ഞു, പല ആൾക്കാരോടും പലരോടും സംസാരിച്ചു. നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി വലിയൊരു ഹോൾ ഉണ്ടെങ്കിൽ പറയണം, നമുക്കത് എടുക്കാം, പ്രാർത്ഥിക്കാം, ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം കൃപയാൽ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു 3 കിലോമീറ്റർ മാറി ഗോപാൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു നല്ല ആലയം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ
ഈ ഒരു ആലയമല്ല, അതൊരു പഴയൊരു സ്കൂള്, നിർത്തിപ്പോയ ഒരു സ്കൂള്. അതിന്റെ പുറകുവശം, സ്കൂളിനകത്തല്ല, പുറകുവശത്ത് ഒരു ചെറിയൊരു ചായ്പ് പോലെ ഉണ്ടായിരുന്നു. ഷീറ്റിട്ട കെട്ടിടം, ഷീറ്റിട്ട് മറച്ചിട്ടുള്ള ഒരു കെട്ടിടം. അവിടെ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ലഭിക്കുവാനിടയായി തീർന്നു. ഇത് ഞങ്ങളുടെ ഒരു ആലയത്തിന്റെ ഒരു നെക്സ്റ്റ് പടി, അല്ലെങ്കിൽ ആലയത്തിന്റെ വളർച്ചയുടെ ഒരു അടുത്ത പടിയായി തീർന്നു. ഈ സമയങ്ങളിൽ ഒത്തിരി വിടുതലുകൾ ദൈവം ചെയ്തു. ഒത്തിരി ആൾക്കാരെ ദൈവം ഞങ്ങളോട് ഒപ്പം കൂട്ടിച്ചേർത്തു. ഞാൻ എന്നും ഓർക്കുന്നു, സണ്ണി എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അവന്റെ ഫാമിലി, സണ്ണിയുടെ പപ്പ ഒരു മന്ത്രവാദിയാണ്. അവന്റെ ഫാമിലി നമ്മളോടൊപ്പം വരുവാനിടയായി തീർന്നു. കിരിയത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന്. തന്റെ പപ്പ ആ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയായിരുന്നു. പക്ഷേ ഈ സണ്ണി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ ആലയത്തിലേക്ക് വന്നു. അത് ശീതൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ വഴിയാണ് വന്നത്. അത് ഞാൻ ആ സിസ്റ്ററിനെ കുറിച്ച് ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പക്ഷേ തീർച്ചയായിട്ടും ഈ സണ്ണി വന്നിട്ട്, സണ്ണി ആ ആ അവിടുത്തെ ഒരു ഗ്രാമത്തെ മുഴുവനായിട്ട് ഈ സണ്ണിയിലൂടെ, കൊച്ചു പയ്യനായിരുന്നു, ഒരു 12-13 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ. അവൻ നമ്മുടെ ആലയത്തിൽ വന്നിട്ട് അവൻ തന്നെ പോയി അവന്റെ ആലയത്തിലെ പലരോടും പറഞ്ഞിട്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ മന്ത്രവാദം ചെയ്യുവാൻ വരുന്ന പലരെയും ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ചരിത്രമൊക്കെയുണ്ട്. അവരോടൊക്കെ പറയും, നിങ്ങൾ ഇന്നടുത്ത് പോയാൽ മതി, ഇന്നടുത്ത് ശരിയാവും എന്നൊക്കെ. അവന്റെ പപ്പയുടെ അടുത്ത് മന്ത്രവാദം ചെയ്യുവാൻ പോകുന്നവരെ പോലും ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചൊരവസ്ഥ. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി ഞങ്ങളുടെ ആലയം വളരുവാനിടയായി തീർന്നു. ഈ മന്ത്രവാദം ചെയ്യുന്ന ആ സഹോദരന്റെ കുടുംബം മുഴുവനായി രക്ഷയിലേക്ക് വരുവാനിടയായി തീർന്നു. പിന്നെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ താൻ മന്ത്രവാദമെല്ലാം ഉപേക്ഷിച്ച് ആലയത്തിലേക്ക് വരുവാനും, ഭയങ്കര ഒരു വിശ്വാസി എന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് ആലയത്തിൽ റെഗുലറായിട്ട് വരുവാനും, പതിയെ പതിയെ ആ കുടുംബം ദൈവത്തെ അറിയുവാനും, കുടുംബത്തിലെല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മാറുവാനും ഒക്കെ ഇടയായി തീർന്നു. ഞാൻ ശീതൾ എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു കൊച്ചു കുഞ്ഞ്, അവളും ഒരു 12-13 വയസ്സ്. സണ്ണിയും ഈ ശീതളും ഒക്കെ ഒരുമിച്ച് പഠിക്കുന്ന, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് സ്കൂൾ ഇവാഞ്ചലിസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനിടയായി തീർന്നു. ആ ശീതൾ എന്ന് പറയുന്ന ആ സഹോദരി, അവൾ അറിഞ്ഞ സത്യം പലരോടും പറയുവാനും, പലരെയും, ഒത്തിരി പേര് അവളിലൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒത്തിരി പൈതങ്ങളെ ഞങ്ങളുടെ ആലയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടായി തീർന്നു. ഇത് ഞങ്ങളുടെ ആലയത്തിന്റെ ഒരു 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 പുതിയ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒത്തിരി പല ആഴ്ചകളിലും അവളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കൂട്ടുകാരികളും ഒക്കെ വരും, ആരാധിക്കും, ഒരുമിച്ചിരുന്ന് ആരാധിക്കും. അത് കഴിഞ്ഞിട്ട് ആ സഹോദരന്മാരോ അല്ലെങ്കിൽ ആ കുഞ്ഞുമക്കളോ ഭവനത്തിൽ പോയിട്ട് അടുത്ത ആഴ്ച അവരുടെ അപ്പനെയും അമ്മയും കൊണ്ടുവരും, അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളുടെ ആലയത്തില് ആ ഒരു സ്കൂൾ ഇവാഞ്ചലിസം മുഖാന്തരം, ആ ശീതൾ എന്ന് പറയുന്ന സഹോദരിയുടെ സ്കൂൾ ഇവാഞ്ചലിസം മുഖാന്തരം ആലയത്തിന്റെ അടുത്തൊരു പടി വളരുവാനിടയായി തീർന്നു. അങ്ങനെ ഈ പലരും ഞങ്ങളുമായിട്ട് ആ ഒരു ഇതിലൂടെ കണക്ട് ആയി. ജൂലി എന്ന് പറയുന്ന ഒരു സഹോദരി, അവരുടെ അപ്പനും ഇതുപോലെ ഭ്രാന്തായിരുന്നു. താനും ഒരു ചെറിയൊരു പൂജാരി, ഭയങ്കരമൊന്നും അല്ലെങ്കിലും ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു പൂജാരിയായിരുന്നു. പക്ഷേ എന്തോ വിഷയങ്ങൾ വന്നിട്ട് തനിക്കും ഭ്രാന്തായി. തങ്ങൾക്കുള്ള ഈ സ്ഥലം മുഴുവനും വിറ്റ് കുടിക്കുകയും, അല്ലെങ്കിൽ പലയിടത്തായിട്ട് ചെലവാക്കുകയും, അങ്ങനെയൊക്കെ ചെയ്തു. ഭയങ്കരമായ വിധത്തിലുള്ള ഒരു ഭ്രാന്തനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഭ്രാന്തായി മാറി. അതിനുവേണ്ടി പല ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും വിടുതലില്ലാതെയൊക്കെ വന്നു. പക്ഷെ ആലയത്തിലേക്ക് ഈ ജൂലി വന്നു. ജൂലി മുഖാന്തരം അവരുടെ അപ്പൻ വന്നു. അവരെയും ദൈവം വിടുവിച്ചു. അങ്ങനെ അടുത്ത് സമീക്ഷ എന്ന് പറയുന്ന ഒരു സഹോദരി ഞങ്ങളുമായിട്ട് കണക്ട് ആയി. അവരുടെ വീട്ടിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ അവിടെ വീട്ടിൽ തന്നെ ഒരു അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ ആ അമ്പലത്തിൽ പോയിരുന്നിട്ടാണ് ഞങ്ങൾ അവരോട് സംസാരിക്കുന്നത്. വീട്ടിനോട് തൊട്ട് അമ്പലത്തിൽ പോയിരുന്നിട്ടാണ് അവരോട് സംസാരിക്കുന്നതും. അങ്ങനെ അവരും ദൈവഭാഗത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് അമിത് എന്ന് പറയുന്നിട്ട് ഒരു സഹോദരൻ, അവനും ഈ ഒരു കണക്ഷനിലൂടെ വരുവാനിടയായിത്തീർന്നു. തനിക്ക് ഒത്തിരി പ്രാവശ്യം ചുഴലി വരുന്ന ഒരവസ്ഥ. പല ജോലികൾക്ക് പോയാലും ഇതിനിടയ്ക്ക് ചുഴലി എന്നുള്ള അസുഖം വന്നിട്ട് വീഴുന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ജോലിയെല്ലാം ഉപേക്ഷിച്ച ഒരു സമയത്താണ് ദൈവത്തെക്കുറിച്ച് അറിയുന്നതും അവർ വരുവാനിടയായിത്തീരുന്നത്. ദൈവം അവരെയും ഒക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സൗഖ്യമാക്കി. ഇതൊക്കെ പല ഗ്രാമങ്ങളിലായിട്ട് നടന്ന സംഭവങ്ങൾ. നമ്മുടെ ആലയത്തെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ച പല ഗ്രാമങ്ങളിലായി. അല്ലെങ്കിൽ ഇവിടെ പോയാൽ സൗഖ്യം കിട്ടും, ദൈവികമായ വിടുതൽ കിട്ടുമെന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുവാനിടയായി തീർന്നു. അത് ഞങ്ങളുടെ ആലയത്തിന്റെ അടുത്തൊരു ഘട്ടം വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. അങ്ങനെ 2017 വർഷം ഗോപാൽപുർ എന്ന സ്ഥലത്തേക്ക് സ്കൂളിന്റെ പുറകിൽ
ഞങ്ങൾക്ക് ആരാധിക്കുവാനിടയായിത്തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ആലയത്തിന്റെ അടുത്തപടി വളർച്ചയ്ക്കും ഭയങ്കര ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഈ സമയങ്ങളിലെല്ലാം വിശ്വാസികൾ തന്നെ സുവിശേഷകരായി മാറി. ഹല്ലേലൂയ. ഈ അവരറിയുന്ന സത്യം അവർ മറ്റുള്ളവരോട് പറയുകയും കൂടുതലും ഈ ദൈവം വിടുവിക്കുന്ന അവസ്ഥകൾ, പൈശാചിക മേഖലകളിൽ ഒത്തിരി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ ഉള്ളവരൊക്കെ ദൈവത്തെ അറിയുവാനും ദൈവത്തിങ്കിലേക്ക് വരുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ആലയത്തിൽ വിശ്വാസികൾ തന്നെ സുവിശേഷകരായി മാറി ഭയങ്കര ഒരു വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. ഈ സമയത്ത് ഏകദേശം 300-ലധികം വിശ്വാസികളെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. 42-ലധികം ഗ്രാമങ്ങളിൽ നിന്ന് വിശ്വാസികൾ വരുവാനിടയായി തീർന്നു. പല ബ്രാഞ്ച് വർക്കുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ മിനിസ്ട്രിയിൽ ദൈവം വളർച്ചയുടെ ഒരു കാലഘട്ടം ദൈവം നിങ്ങൾക്ക് തന്നു. 80-ലധികം വിശ്വാസികളുള്ള കൂട്ടായ്മകൾ വരെ, ബാരാനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് 80-ലധികം വിശ്വാസികൾ ഉണ്ടായിരുന്നു ബ്രാഞ്ച് വർക്കിൽ മാത്രം. അങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ നൽകി തന്നു. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരുന്നു. അങ്ങനെ ഈ 42 ഗ്രാമങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ ചില ഗ്രാമങ്ങൾ 2-3 ഗ്രാമങ്ങൾ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയുള്ള ആരാധനകളൊക്കെ ആ സമയത്ത് നടക്കുമായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. ഒരു 7 ലീഡേഴ്സിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. അവര് സ്വന്തമായിട്ട് ചിലര് കട നടത്തുന്നവരുണ്ട്, ചിലര് ഹൗസ് വൈഫാണ്, ചിലര് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഭയങ്കര ഹൈ ക്ലാസ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി ഭയങ്കരമായിട്ടുള്ള ഒരു ടീമൊന്നുമല്ല. എങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ചെറിയൊരു ദാഹമുള്ള ഇങ്ങനെ 7 പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അവർക്ക് പലർക്കും നല്ല വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും ഞങ്ങൾ അവരെ സൺഡേ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ ആലയത്തിലിരുത്തി ഞങ്ങൾ അവരെ പഠിപ്പിക്കുമായിരുന്നു. എന്താണ് നിങ്ങൾ അവിടെ പോയി ചെയ്യേണ്ടത്. പലരും മെസ്സേജൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. പലരും ആ മെസ്സേജുകൾ എഴുതി എടുത്തിട്ട് അവിടെ പോയി വായിക്കും. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും ദൈവരാജ്യമാണല്ലോ, ദൈവവചനമാണല്ലോ നാം സംസാരിക്കുന്നത്, ദൈവമാണല്ലോ വിടുതൽ കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ട്രെയിൻ ചെയ്ത് അവര് പ്രാർത്ഥന പഠിപ്പിച്ചു. ചില പാട്ടുകളൊക്കെ പഠിപ്പിച്ചിട്ട് അവരെ പല ഗ്രാമങ്ങളുടെ ചുമതലകൾ അവരെ ഏൽപ്പിക്കുവാനിടയായിത്തീർന്നു. അവരൊക്കെ ഈ ഗ്രാമത്തിലേക്ക് പോയി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുവാനിടയായിത്തീർന്നു. തീർച്ചയായിട്ടും അവരുടെ സ്വന്തം വർക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവര് തന്നെ അവിടുത്തെ പാസ്റ്റർമാരായി മാറി എന്ന് പറയാം. ഞങ്ങളൊക്കെ ഈ ചില ദിവസങ്ങളിലൊക്കെ ഈ ഗ്രാമങ്ങളിലൊക്കെ പോവും. അതിൽ ഞങ്ങൾക്ക് പല സഹോദരിമാരുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ആൾക്കാര് ഈ പല ബ്രാഞ്ച് ചർച്ചിലുള്ളവരിലൊക്കെ ഒന്നിച്ചു കൂട്ടുമായിരുന്നു. ഒത്തിരി സന്തോഷമായിരുന്നു. ഒത്തിരി ആൾക്കാർ വരും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനും അങ്ങനെയൊക്കെ വലിയ കാര്യങ്ങൾ നടക്കുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് കർത്താവ് ഒരു ദൈവദാസനെ കൂടെ ആഡ് ചെയ്യുവാനിടയായിത്തീർന്നു. ലിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവദാസൻ വരുവാനിടയായിത്തീർന്നു. തന്നെ ഞങ്ങളുടെ ഒരു മെയിൻ ബ്രാഞ്ച് വർക്കായി ഉറുവ എന്ന് പറയുന്ന ഒരു നല്ലൊരു സ്ഥലം, ഒരു ഇച്ചിരി ജംഗ്ഷൻ ആയൊരു സ്ഥലം, ആ സ്ഥലത്തിലേക്ക് കർത്താവിന്റെ ദാസൻ വരുവാനും അവിടെ പ്രവർത്തിക്കുവാനും ഇടയായിത്തീർന്നു. ഇതും ഞങ്ങളുടെ ആലയത്തിന് അനുഗ്രഹത്തിന് കാരണമായി. പിന്നെയും കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി ദൈവദാസന്മാരുടെ ആവശ്യമുണ്ട് കർത്താവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ സമയങ്ങളിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനെ ഞങ്ങൾക്ക് ദൈവം നൽകി തന്നു. ആ ദൈവദാസൻ ശിഖരിഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ബ്രാഞ്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ ഏൽപ്പിക്കുവാനും അവിടെയും താൻ വിശ്വസ്തയോടെ വേല ചെയ്യുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ഈ സമയങ്ങളിൽ ഒത്തിരി സ്നാനങ്ങൾ നടക്കുവാൻ ഇടയായിത്തീർന്നു. ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചു. പലവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളാലും ദൈവരാജ്യത്തെ സ്ഥാപിച്ചുകൊണ്ടേ പോയി. ഞങ്ങൾ ഈ സമയങ്ങളിൽ സൺഡേ സ്കൂൾ ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. CA ഫാസ്റ്റിംഗ് പ്രേയറുകൾ, ഇതെല്ലാം യൂത്ത് മീറ്റിങ്ങുകൾ, ഇതെല്ലാം ഭയങ്കര അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇങ്ങനെ ആലയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം വന്നു, കർത്താവേ ഞങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ വിശ്വാസത്താൽ ഞങ്ങളും ഈ സ്ഥലം നോക്കുവാൻ ഇടയായിത്തീർന്നു. പല സ്ഥലങ്ങളും നോക്കി, പലയിടത്തും പോയി കാര്യങ്ങൾ തിരക്കി. അങ്ങനെ ഇരുന്നപ്പോൾ 2019 ഡിസംബർ 5 ഞങ്ങൾക്കൊരു 10 സെന്റ് സ്ഥലം വാങ്ങുവാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞങ്ങൾക്ക് അഡ്വാൻസിന് 1 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. അത് എൻ്റെ അമ്മ നമ്മുടെ നാട്ടിലെ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് തന്നു. പക്ഷേ
അതിലാണ് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. പക്ഷെ ദൈവകൃപയാൽ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ നടക്കുവാനിടയായിത്തീരുന്നു. ഞങ്ങള് എഴുതിയ സ്ഥലം ആദ്യം ഞങ്ങൾ കരുതിയത് ഗ്രാമപ്രദേശത്തായതുകൊണ്ട് ഭയങ്കര എഴുത്തുകൂലിയൊന്നും വരത്തില്ലെന്നൊക്കെ കരുതി ഞങ്ങൾ അതിനു വേണ്ടിയൊക്കെ ചെറിയ രീതിയിലൊക്കെ കരുതിയിരുന്നു. പക്ഷേ എഴുതിയൊക്കെ വന്നപ്പോൾ അത് കോർപ്പറേഷൻ ഏരിയയിൽ വരുന്നതുകൊണ്ട് എഴുത്തുകൂലിയൊക്കെ ഒത്തിരിയായി. എങ്കിലും ഞാൻ അന്ന് വക്കീലിനോട് ഇച്ചിരി കടമൊക്കെ പറഞ്ഞിട്ട്, എങ്കിലും ദൈവകൃപയാൽ അതെല്ലാം വീട്ടി ഇന്ന് ആ സ്ഥലത്ത് 30/13 ഒരു നല്ലൊരു സ്ട്രീറ്റ് ഇട്ട ഒരു ആലയം ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു ആലയം വയ്ക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. 2020 ഇങ്ങനെ മുന്നോട്ട് പോയി. 2020 ആയപ്പോൾ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കോവിഡ് പ്രശ്നങ്ങൾ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും ആലയത്തിനും പലവിധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനിടയായി തീർന്നു. എങ്കിലും ഈ സമയത്ത് ഞങ്ങൾക്ക് കോൺഫറൻസ് കോൾ വഴിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് ഞങ്ങളുടെ വിശ്വാസികൾ ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ അനുഭവിച്ചറിയുവാനിടയായിത്തീരുന്നു. തീർച്ചയായിട്ടും എന്തു സ്നേഹമുള്ള ആൾക്കാരെന്ന്, സ്വന്തം സഹോദരനേക്കാളൊക്കെ ഒത്തിരി നമ്മെ സ്നേഹിക്കുന്ന ആൾക്കാരെന്നൊക്കെ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ ഇടയായ സാഹചര്യങ്ങളായിരുന്നു ഈ സാഹചര്യങ്ങൾ. ഞാൻ 1-2 അനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പല വിശ്വാസികളും, നമ്മുടെ വിശ്വാസികൾ എല്ലാവരും ഏകദേശം എല്ലാവരും പാവപ്പെട്ടവരാണ്. അവര് പലരുടെയും വീട്ടിൽ ഫ്രിഡ്ജില്ല. തലേ ദിവസം അവര് ചിക്കൻ വാങ്ങിച്ചിട്ട് ഹാഫ് ബോയിൽ ചെയ്തിട്ട്, അത് പകലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് റോഡിലൊക്കെ ഇറങ്ങിയാൽ പോലീസ് അടിക്കും. പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഭയങ്കര പ്രശ്നങ്ങളുള്ള സമയം. പല വിശ്വാസികളും ഞങ്ങൾക്ക് രാത്രി 2 മണിക്ക് 3 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ അവർ തലേ ദിവസം ഈ ചിക്കനൊക്കെ മേടിച്ചിട്ട് ഹാഫ് ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ കേടായി പോകും. അതുകൊണ്ട് ഹാഫ് ബോയിൽ ചെയ്തിട്ട് രാവിലെ കൊണ്ട് തന്നിട്ട് അവര് രാവിലെ രാത്രി കൊണ്ടുവന്നിട്ട് രാത്രി 2-3 മണിക്ക് കൊണ്ടുവന്നിട്ട് അവർ തിരിച്ചു പോകും. അതുപോലെ ഞങ്ങളുടെ വിശ്വാസികൾക്ക് ഞങ്ങളുടെ പിള്ളേർക്ക് എന്താണ് ഇഷ്ടമുള്ള സ്നാക്സ് അതെല്ലാം കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതെല്ലാം ഈ സമയങ്ങളിൽ മിക്കവാറും രാത്രി ഒരു 4 മണിക്ക് മുമ്പേ അവർ വീടെത്തണം. ആ ഒരു സാഹചര്യത്തിന് മുമ്പേ, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് മുമ്പേ പല വിശ്വാസികളും വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും പിള്ളേർക്ക് ആവശ്യമുള്ള സ്നാക്സും അതൊക്കെ തന്നിട്ട് പോകുമായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസികൾ ഭയങ്കര സ്നേഹമുള്ള വിശ്വാസികളായിരുന്നു, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസികളായിരുന്നു, ഞങ്ങളെ ഭയങ്കരമായിട്ട് കരുതുന്ന വിശ്വാസികളായിരുന്നു. അവരെല്ലാവരെയും ദൈവം ഇന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസികളുടെ സ്നേഹത്തെ അനുഭവിക്കുവാൻ കഴിഞ്ഞ സമയങ്ങളായിരുന്നു. അങ്ങനെ കോവിഡ് ഒരുവിധം മാറി അത്യാവശ്യം ആരാധനകളൊക്കെ നടത്താം എന്നുള്ളൊരു സാഹചര്യം വന്നു. അത്യാവശ്യം ഒരുമിച്ച് കാണാനും മറ്റു സ്ഥലത്തോട്ട് യാത്ര ചെയ്യാനുമുള്ള സാഹചര്യം ഒക്ടോബറിലൊക്കെ വരുവാനിടയായിത്തീർന്നു. ഈ ഒക്ടോബറിൽ ഞങ്ങൾ ഒരു ഗ്രാമത്തില് പോകുവാനിടയായിത്തീർന്നു. ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാനും നാട്ടിൽ നിന്ന് 2-3 കർത്താവിന്റെ ദാസന്മാരുണ്ടായിരുന്നു. പാസ്റ്റർ അഖിൽ ഇന്ന് ആഫ്രിക്കയിലായിരിക്കുന്നു. അതുപോലെ പാസ്റ്റർ വിഷ്ണു, അദ്ദേഹവും ആഫ്രിക്കയിലായിരിക്കുന്നു. മറ്റൊരു ദേവദാസൻ സുനിൽ, അവരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടി ഞങ്ങള് ഒരു ഗ്രാമത്തിലേക്ക് പോയി. അവദേശ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് പോയപ്പോൾ ആ സഹോദരൻ രക്ഷിക്കപ്പെട്ടത് ഗൾഫിൽ വെച്ചാണ്. ആ സഹോദരൻ ഗൾഫിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് തന്റെ കുടുംബത്തിൽ ഇരുന്ന് ആരാധിക്കുമായിരുന്നു. തനിക്ക് പിന്നെയും ഗൾഫിൽ പോകണമായിരുന്നു, പക്ഷെ കോവിഡ് മുഖാന്തരം പോകുവാൻ സാധിച്ചില്ല. തന്റെ ഭവനത്തിൽ ഇരുന്ന് ആരാധിക്കുമായിരുന്നു. അപ്പോൾ തന്റെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആരാധനയ്ക്ക് വരികയും താൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. താൻ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: എനിക്ക് 2-3 പാട്ടറിയാം, ബൈബിൾ വായിക്കാൻ അറിയാം, പിന്നെ പ്രാർത്ഥന നന്നായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ. ദൈവം വലിയ കാര്യങ്ങൾ അവിടെയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് താൻ എന്നോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ താൻ പിന്നെ ഞങ്ങളുമായിട്ട് കണക്ട് ആയി. താൻ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒരു ആരാധന വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ആരാധന ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നല്ല രീതിയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം പോയി ആരാധന ഇങ്ങനെ തുടങ്ങി. ഒരു 2ാമത്തെ പാട്ടൊക്കെ ആയപ്പോൾ കുറച്ച് RSS സഹോദരന്മാരൊക്കെ വന്നിട്ട് ഇച്ചിരി വിഷയങ്ങളും കുറച്ച് ചീത്ത വിളിയും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളൊക്കെ ആയി. എങ്കിലും ദൈവകൃപയാൽ ഞങ്ങളെ ഉപദ്രവിക്കുവാനൊന്നും ദൈവം അനുമതി കൊടുത്തില്ല. അവര് പോലീസിനെ വിളിച്ചു, വിഷയങ്ങളായി. ഞങ്ങൾ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി രാത്രി വരെ അവിടെ ഇരിക്കുവാനിടയായി തീർന്നു. 8 വർഷം മിനിസ്ട്രിക്കിടയിലെ ആദ്യത്തെ
ഇങ്ങനെയുള്ള ഒരു അനുഭവം ആദ്യത്തേതായിരുന്നു. എങ്കിലും കർത്താവിന്റെ പല ദൈവദാസന്മാരും പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറഞ്ഞ സംഘടനയും ഒക്കെ ഇടപെട്ട് ദൈവകൃപയാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വണ്ണം ജയിലിലാകാതെ വണ്ണം അവിടെ നിന്ന് ഇറങ്ങി പോരുവാനിടയായിത്തീരുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ കരുതി ഇതെല്ലാം അങ്ങ് തീർന്നു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് കരുതി. പക്ഷേ ആ സമയം മുതൽ അവരങ്ങോട്ട് മീഡിയ വഴി ഭയങ്കരമായിട്ടുള്ള ഞങ്ങള് എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ ഗ്രാമത്തിൽ ആരാധനയുണ്ട്, എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രാമത്തിൽ എത്ര മണിക്കാണ്, ഏത് ദിവസമാണ് പോകുന്നത്, എല്ലാവരും കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യാനിടയായിത്തീർന്നു. ഇത് ഒരു വിധത്തിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം പല ആൾക്കാരും അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് അങ്ങനെ അവിടെയൊക്കെ പോയി ജോലി ചെയ്തതിനിടയ്ക്ക് ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുവാൻ ആഗ്രഹമുള്ള ആൾക്കാർ പലരും ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു ചർച്ച കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ അവരൊക്കെ പിന്നെ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തു. ഈ പത്രത്തിലുള്ള വാർത്തകളും അതുപോലെ അവരുടെ വാട്സാപ്പിലൊക്കെ ഒത്തിരി പലരോടും ഞങ്ങളുടെ സഹോദരന്മാരും ഒക്കെ പറയാനിടയായിത്തീർന്നു. അവരുടെ വാട്സാപ്പിൽ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും അടിക്കണം, നമ്മളെ പിടിക്കണം, വിഷയങ്ങൾ ഉണ്ടാക്കണം, പിന്നെയും നമ്മളെ ജയിലിലാക്കണം, അങ്ങനെയുള്ള പല വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ നമുക്ക് പുറത്തിറങ്ങുവാൻ തന്നെ ഭയമായിരുന്നു. കാരണം ആ ഒരു റൂമിനകത്ത് തന്നെ കുറെ ദിവസം ഞങ്ങൾ അങ്ങ് ഒതുങ്ങിക്കൂടി എന്ന് പറയാം. കാരണം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. എങ്കിലും ഇതിനിടയിലും ഞങ്ങൾക്ക് പുറത്തു പോയില്ലെങ്കിൽ ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഞങ്ങളുടെ വിശ്വാസികൾ ചെയ്തു തരുമായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഞാൻ പല ദേവദാസന്മാരും വന്നു. അതില് ഞാൻ ഒരു സഹോദരി എന്നും ഓർക്കുന്നു, അനന്യ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി. ഏകദേശം 8:30-9 മണിയായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് വന്നത്. ആ സമയം വരെ ആ സഹോദരി ഞങ്ങളുടെ സേവ് ചെയ്തുകൊണ്ട് അവിടെ ആയിരുന്നു. മറ്റ് സഹോദരന്മാരെ ഒന്നും പോലീസ് സ്റ്റേഷനിന്റെ ആ അകത്തേക്ക് വിടുന്നില്ലായിരുന്നു. പക്ഷേ ആ സഹോദരി എങ്ങനെയോ അകത്ത് കയറിപ്പറ്റി ഞങ്ങൾക്ക് ചായ വാങ്ങിത്തരാനും വെള്ളം വാങ്ങിത്തരാനും ഒക്കെ ആ സഹോദരി ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചു. ആ സഹോദരിയൊക്കെ ഇന്നും ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ദൈവം ഭയങ്കരമായിട്ടുള്ള പ്രതിഫലങ്ങൾ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. എങ്കിലും ദൈവം ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു. 2020 ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചർച്ച് ഹാള് 13x30 നല്ലൊരു ചർച്ച് ഹാള് പണിയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ പണിയൊക്കെ നടക്കുന്ന സമയത്തും പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തു. ഈ സമയത്തിനിടയ്ക്ക് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ആയതോടുകൂടി ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്ത് മക്കാൻ മാലിക് ഹൗസ് ഓണർ പറഞ്ഞു, ഇനി ഇവിടെ ആരാധനയൊന്നും നടത്തരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളുടെ ആരാധന ആ സമയം നിന്നുപോയി. എങ്കിലും മൊബൈൽ വഴിയും ഒക്കെ പല ആരാധനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. നമ്മുടെ ഒരു കൂടിവരവ് നടക്കാതെ പോയി. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയി. അതൊക്കെ ഞങ്ങളുടെ ആലയത്തിന്റെ പണിക്ക് വ്യാപ്തി കൂട്ടി. ദൈവകൃപയാ അതെല്ലാം സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2021 മാർച്ചില് സിദ്ധാർത്ഥ് നഗറിലോട്ട് എനിക്കൊരു ട്രാൻസ്ഫർ എനിക്ക് കിട്ടുവാനും അവിടെ ഞാൻ നമ്മുടെ ബ്രാഞ്ച് വർക്കിൽ ഒരു സഹോദരനായിരുന്ന കർത്താവിന്റെ ദാസൻ സുനിൽ ഏൽപ്പിച്ചിട്ട്, ഗോള ബജാറിനെ ഞാൻ സുനിലിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ചർച്ചിലോട്ട് വരുവാനിടയായിത്തീരുന്നു. ഇത് ഞാൻ വരുന്ന സമയത്ത് 98 വർഷം പഴക്കമുള്ള ഒരു ചർച്ചായിരുന്നു. അമേരിക്കൻ മിഷണറിമാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ചർച്ച്. പുരാതന ശൂന്യങ്ങളെ പണിയുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തത്തിൻ പ്രകാരം ഞങ്ങളും ഇവിടെ വരുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ വരുമ്പോൾ മിഷൻ വീടിന്റെ അവസ്ഥ ഒത്തിരി ബാഡായിരുന്നു. അത് നമുക്ക് താമസ യോഗ്യമല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം പല വർഷങ്ങളായിട്ട് പാസ്റ്റർമാരൊന്നും ഇവിടെ ഈ ക്യാമ്പസിൽ താമസിക്കാതെ വീടൊക്കെ അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞു പോയൊരവസ്ഥയിലൊക്കെ കിടക്കുന്ന ഒരു സമയമായിരുന്നു. എങ്കിലും ദൈവം ശക്തമായി ഞങ്ങളെ ഉപയോഗിച്ചു. വലിയ ദൈവികമായ പ്രവർത്തികളെ കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഏകദേശം 1923 HT വാഗണാർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പണിയപ്പെട്ട ഒരു ക്യാമ്പ് സൈറ്റാണിത്. ആ സാഹചര്യത്തിൽ കർത്താവിന്റെ ദാസനും കുടുംബവും ഒക്കെ ഇവിടെ താമസിച്ച് വേല ചെയ്ത ഒരു ചർച്ചായിരുന്നു ഇത്. ഈ 4 വർഷങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുവാൻ സഹായിച്ചു. ഈ 4 വർഷങ്ങളിൽ ദൈവകൃപയാൽ പലവിധമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഈ ചർച്ചിൽ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു.
പ്രത്യേകിച്ച് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തി ഒത്തിരി പേര് ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പല മിഷൻ ടീംസ് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാൻ, ശുശ്രൂഷിക്കുവാൻ, പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. റെപ്ലിക്കേഷൻ മുഖാന്തരം 37 പേരെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പല മിഷൻ ടീംസ് വരുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ ആയിരിക്കുമ്പോൾ നേപ്പാളിലേക്ക് ചില മിഷണറിമാരെ കണക്ട് ചെയ്യാൻ, മറ്റ് പലരുമായിട്ട് കണക്ട് ചെയ്ത് അവിടെയൊക്കെ വിടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവിന്റെ ദാസൻ വിശാഖ്, അതുപോലെ ശദ്രക് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, അവരൊക്കെ അങ്ങോട്ട് പോകുവാനൊക്കെ ദൈവം സഹായിച്ചു. ബദനി ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ്, ബദേൽ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസും വൈവാം ടീംസും പലരും ഒക്കെ ഇവിടെ വരുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഇടയായി. ഈ സമയത്തിന്റെ ഇടയിലും ഞങ്ങൾക്ക് പലവിധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. 16ഓളം കേസ് എന്റെ പേരിലും, ഞാനും എന്റെ സീനിയർ പാസ്റ്ററായ പാസ്റ്റർ സാമുവൽ ജെ സ്റ്റീഫൻ, ഞങ്ങളുടെ പേരിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. അദ്ദേഹം സാമുവൽ ജെ സ്റ്റീഫൻ പാസ്റ്റർ ഞങ്ങളുടെ സീനിയർ പാസ്റ്ററും അതുപോലെ ഞങ്ങളുടെ പ്രസ്പിറ്ററുമാണ്. ഞങ്ങളുടെ പേരിൽ 16ഓളം കേസ് ഉണ്ടാകുവാനിടയായിത്തീർന്നു. പല പ്രാവശ്യം കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടിയൊക്കെ വന്നൊരവസ്ഥകൾ പലതും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവം ഞങ്ങളെ ശക്തമായി നിർത്തിയിരിക്കുന്നു. നാട്ടിൽ വെച്ച് എനിക്ക് ഒരു കേസ് പോലും, അല്ലെങ്കിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഞാൻ ഇവിടെ വന്നിട്ട് പല ക്രിമിനൽ കേസ് എന്നൊക്കെ പറയാം, പലവിധമായ കള്ള കേസുകളൊക്കെ ഉണ്ടാക്കി. 16ഓളം കേസ് ഉണ്ടായി. പല പ്രാവശ്യം ജാമ്യം പിടിക്കേണ്ടി വന്നപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പല ക്വസ്റ്റ്യൻ ചോദിച്ചു. കർത്താവെ, ഇതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നൊക്കെ ചോദിച്ചുവെങ്കിലും ദൈവം ഞങ്ങളെ എത്രത്തോളം ശക്തമായി നിർത്തിയിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് 2024 എനിക്ക് നല്ലൊരു ആക്സിഡന്റ്, ഫയർ ആക്സിഡന്റ് ഉണ്ടായി. ഏകദേശം ഗ്യാസ് സ്റ്റൗവിന്റെ പൈപ്പ് പൊട്ടിയിട്ട് ഏകദേശം എന്റെ ശരീരത്തിന്റെ 30% പൊള്ളലേറ്റു. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഞങ്ങളുടെ വിശ്വാസികളും ഡോക്ടറൊക്കെ വന്നിട്ട്, ഞങ്ങളുടെ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു, ഡോക്ടർ താൻ ഓടി വന്നിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് താൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു: ഒരു കാരണവശാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകരുത്, പോയാൽ അവിടെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പോകുന്നെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് അവിടെ പോകണം, അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തന്നോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ കിടന്നാൽ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ പല വിശ്വാസികള്, നേഴ്സായിട്ടുള്ള വിശ്വാസി സിസ്റ്റർമാരുണ്ട്, അവരോട് ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല ഡോക്ടറെ, നിങ്ങൾ എന്ത് മരുന്ന് എഴുതുന്നുവോ അതൊക്കെ ഞങ്ങൾ ചെയ്യുകയും അതുപോലെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വിശ്വാസികൾ താൻ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട്, നമ്മുടെ വിശ്വാസികളായുള്ള സിസ്റ്റർമാര് അവർക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിൽ വരികയും ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി. ഈ സമയത്തും ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡ് കട്ക മിഷൻ ചർച്ച് എന്നാണ് ഞങ്ങളുടെ ചർച്ചിന്റെ പേര്, ഇപ്പോഴായിരിക്കുന്ന ചർച്ചിന്റെ പേര്. ആ ചർച്ചിലെ വിശ്വാസികളും ഒത്തിരി ഞങ്ങളെ സഹായിച്ചു. ഞാനൊരു ഹൃദയം തുറന്നു പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാര് ഏകദേശം രാത്രി 12 മണി വരെ ഞങ്ങളുടെ അടുത്തിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ എന്ത് കുറവുണ്ടെന്ന് ഞങ്ങളെ പോലെ കൃത്യമായിട്ട് ഞങ്ങളുടെ സഹോദരന്മാർക്കറിയാം, യൗവനക്കാരായ പിള്ളേർക്കറിയാം. അവരോട് ഇന്ന സാധനം കുറവെന്നോ അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിക്കൊണ്ട് വരുമോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ എന്ത് കുറവുണ്ടോ അത് ഞങ്ങളുടെ പിള്ളേർക്കറിയാം, ഞങ്ങളുടെ സഹോദരന്മാർക്കറിയാം. അത് അവരെത്തിക്കും. അതൊക്കെ കാണുമ്പോഴും തീർച്ചയായിട്ടും ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ജനത അത് ഞാൻ കേരളത്തിൽ പോലും ഇത് കണ്ടിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞ് അതിനനുസരിച്ച് സ്നേഹിച്ച് നമ്മോട് കൂടെ നിൽക്കുന്നൊരു ഒരു ഭയങ്കര കണക്ഷൻ ഉള്ള ഒരു ജനത, ഒരു സഹോദരന്മാര്. പലപ്പോഴും നാം കേൾക്കുന്നതൊക്കെ ഉത്തർപ്രദേശ് ഒരു ഭയങ്കര ഭീകരന്മാരാണ്, അതൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ സത്യം അതല്ല. തീർച്ചയായിട്ടും ഇതിനിടയിലും ഒത്തിരി പ്രശ്നങ്ങൾക്കാരുണ്ട്. എങ്കിലും ഒരു ഭൂരിഭാഗം പേരും സ്നേഹിക്കാനും അല്ലെങ്കിൽ ഒത്തിരി ദൈവത്തെ സ്നേഹിക്കാനും അങ്ങനെയുള്ള ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ദൈവകൃപയാൽ ഈ ഒരു സാഹചര്യവും ഒക്കെ കഴിഞ്ഞു, മുന്നോട്ട് പോയി. എന്റെ മുഖത്തൊക്കെ പൊള്ളലുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ള എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പൊള്ളലൊക്കെ വന്നു, ഭയങ്കര ഒരു വിഷയങ്ങളായിരുന്നു. എങ്കിലും
ദൈവം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എന്നോട് ഡോക്ടർ പറഞ്ഞു 90 ദിവസം 3 മാസം ഫുള്ള് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ്, ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ദൈവം എനിക്ക് ഒരു അത്ഭുത സൗഖ്യം തന്നു എന്ന് പറയാം. 3-ാമത്തെ ആഴ്ച ഞാൻ ചർച്ചിൽ പോയി പ്രസംഗിക്കുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2025 ജൂലൈ 19 ഒരു ശനിയാഴ്ച ഞങ്ങളുടെ എന്നെ SHO വിളിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് SHO വിളിച്ചിട്ട് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രാത്രി ഒരു 9 മണി സമയത്ത് ഞങ്ങളുടെ ആലയത്തിലേക്ക് വരുവാനും ഞങ്ങളോട് പറയുവാനിടയായി തീർന്നു, നിയമപരമായി ക്രിസ്ത്യാനികളല്ലാത്തവരെ ആരെയും ഞങ്ങളുടെ ആലയത്തിലേക്ക് കയറ്റരുത് എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് വാണിംഗ് തരുവാനിടയായി തീർന്നു. നിയമപരമായ ക്രിസ്ത്യാനികളാണെങ്കിൽ മാത്രം ആരാധിക്കാം, അല്ലെങ്കിൽ അവർ ആലയത്തിലേക്ക് കയറ്റരുത് എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് വാണിംഗ് തരുവാനിടയായി തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ശനിയാഴ്ച വൈകിട്ടാണ് വന്ന് പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഹാർട്ടാക്കി. ഞങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു സമയങ്ങളൊക്കെ ആയിരുന്നു. ദൈവം വലിയ പ്രവർത്തികൾ ചെയ്യുന്ന സമയമായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പല വിശ്വാസികളെയും ആരാധനയ്ക്ക് വരണ്ട എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നു. അതുപോലെ ഞങ്ങളുടെ ഒത്തിരി ദൂരെ നിന്നൊക്കെ വിശ്വാസികൾ ഞങ്ങളുടെ ആലയത്തിലേക്ക് വരുന്നുണ്ട്. നേപ്പാൾ ബോർഡറിൽ നിന്നും നേപ്പാളിൽ നിന്നും വിശ്വാസികൾ വരുന്നുണ്ട്. ചില വിശ്വാസികളൊക്കെ 3 വണ്ടിയൊക്കെ കയറിയാണ് അവരുടെ ഗ്രാമത്തിൽ നിന്ന് മെയിൻ ജംഗ്ഷൻ വരെ ഒരു വണ്ടി, അവിടെ നിന്ന് മറ്റൊരു സ്ഥലം വരെ ഒരു വണ്ടി, അത് കഴിഞ്ഞിട്ട് മറ്റൊരു വാഹനം, 3 ഷെയർ ഓട്ടോസ് ഒക്കെ കയറിയാണ് ഞങ്ങളുടെ ആലയത്തിലേക്ക് വരുന്നത്. എങ്കിലും ഉള്ള നമ്പറുകളിലെല്ലാം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു വരണ്ട എന്ന്. കാരണം അത്രയ്ക്ക് സ്ട്രിക്റ്റ് നിർദ്ദേശങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന വിശ്വാസികളെ പലരെയും ദുഃഖത്തോടു കൂടി ഇന്ന് ആരാധനയ്ക്ക് കയറണ്ട, ഇന്ന് ആരാധനയ്ക്ക് വരണ്ട എന്ന് അവരെ പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം വന്നു. ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങൾ, ഞങ്ങൾ ഒത്തിരി ഡിപ്രസ്ഡ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ ഒത്തിരി വിഷമത്തിലേക്ക് പോയൊരവസ്ഥ. അങ്ങനെ പോകുമ്പോൾ ഈ ജൂലൈ 20, 21, 22 ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ ഉത്തർപ്രദേശിൽ ഭയങ്കരമായിട്ട് കൂട്ട അറസ്റ്റുകൾ നടന്ന സമയങ്ങളായിരുന്നു. പല ദേവദാസന്മാരെയും, അറിയപ്പെടുന്ന പല ദേവദാസന്മാരെയും ഈ സമയങ്ങളിലൊക്കെയാണ് അലഹബാദിലുള്ളതും അതുപോലെ മിർജാപൂരിലുള്ളതും, അങ്ങനെ പല മെയിൻ ദേവദാസന്മാരെയൊക്കെ ഈ സമയങ്ങളിൽ അവര് അറസ്റ്റ് ചെയ്യാനിടയായി തീർന്നു. ആ സമയങ്ങളിൽ 23-ാം തീയതി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അപ്പം ഞങ്ങൾക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും ഒന്നും പേടിക്കണ്ട, പക്ഷെ കേരളത്തിൽ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പിള്ളേരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മോനെ ഞാനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഞാൻ ചെറിയൊരു സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ചെറിയൊരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു 85 പിള്ളേരെ ഉള്ളൂ ആ സ്കൂളില്. ചെറിയൊരു സ്കൂളാണ്. അപ്പം ഞാനാണ്, വാഹനത്തിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് അവരെ കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത്. അപ്പം രാവിലെ മോനോട് പറഞ്ഞു, മക്കളെ ജോഹാനോട് പറഞ്ഞു, മക്കളെ സ്കൂളിൽ പോകാൻ റെഡിയാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അവന് ഭയങ്കര കരച്ചില്. അപ്പം എന്നിട്ട് ലാസ്റ്റ് അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന് എന്നെ വിളിക്കാൻ പപ്പ വരുമോ അതെ വേറെ ആരെങ്കിലും സ്കൂളിൽ നിന്ന് വിളിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അത് ഞങ്ങള് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തളർത്തി. കാരണം ഒത്തിരി അറസ്റ്റുകൾ നടന്നു. ഇതൊക്കെ ഞങ്ങളുടെ പിള്ളേരും പലരും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ അതിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയും മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായി. അപ്പം അതെന്റെ ജീവിതത്തിൽ ഒത്തിരി ഒരു വിഷമം ഉണ്ടാക്കി. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ തന്നെ വരും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന് സ്കൂളിലേക്ക് വിട്ടു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സഹോദരൻ പോയി വിളിക്കും, സഹോദരന് ഇവിടെയുള്ള യൂത്തും ആരെങ്കിലും ഒക്കെ പോയി പിള്ളേരെ സ്കൂളിൽ വിളിക്കും. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ തന്നെ വരും മക്കളെ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവന് ഭയങ്കര ഒരു വിഷമത്തോടു കൂടി അവനെ സ്കൂളിൽ വിട്ടു. എന്നിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോയി അവന് കുറെ നിർദ്ദേശങ്ങളും ഡൂസ് ആൻഡ് ഡോൺസ് അങ്ങനെ പറയാം, ഇങ്ങനെ ചെയ്യാവൂ, ഇത് ചെയ്യരുത്, അങ്ങനെ വരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട്, ഒരു സ്ട്രിക്റ്റ് നിർദ്ദേശങ്ങളായിരുന്നു. അത് ഓർഡർ പോലെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു, നിങ്ങളെ ചർച്ചിന്റെ ഡോറുകളിൽ ക്യാമറ വെക്കണം, എന്നിട്ട് അകത്ത് ക്യാമറ വെക്കണം, ഇതിന്റെ എല്ലാം അസസ് ഞങ്ങൾക്ക് തരണം, എപ്പോൾ ആവശ്യപ്പെട്ടാലും ഇതിന്റെ അസസ് ഞങ്ങൾക്ക് തരണം, കാരണം ഞങ്ങൾക്ക് ഉറപ്പുവരുത്തണം ക്രിസ്ത്യാനികളല്ലാത്ത ആരും ചർച്ചിൽ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഇത് നടത്തണമെന്ന്. ഇത് ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനിടയായി തീർന്നു. ഞങ്ങള്
കരുതി കുറച്ച് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അടങ്ങി വന്നപ്പോൾ ഞങ്ങൾ പിന്നെയും കുറച്ചു പേരെയൊക്കെ വിളിച്ച് ഞായറാഴ്ചയും ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ വിളിച്ച് ഇങ്ങനെ ആരാധന നടത്തുമായിരുന്നു. പക്ഷേ ഈ ക്യാമറ വെച്ചതോടുകൂടി അതും ദൈവമേ കഴിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഒരു കുറെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകാനിടയായിരുന്നെങ്കിലും ക്യാമറയൊക്കെ വെച്ചു. ചർച്ചിന്റെ കാരണം അത് അവർക്ക് കൃത്യമായിട്ട് അറിയണം ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ക്യാമറയൊക്കെ വെച്ചു, പ്രശ്നങ്ങളായി. അങ്ങനെ പോകുന്ന സമയത്ത് സെപ്റ്റംബറിലെ 21-ാം തീയതി സെപ്റ്റംബറിലെ ഒരു 40ഓളം ഞങ്ങൾ പിന്നെയും ഈ ക്യാമറയൊക്കെ വെച്ചുവെങ്കിലും ഞങ്ങൾ ക്യാമറ പലയിടത്തോട്ടൊക്കെ തിരിച്ചു വെച്ചിട്ടൊക്കെ ഞങ്ങള് ആൾക്കാരും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ആരാധനയ്ക്ക് ഞങ്ങളുടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കുറച്ചു പേരേ ഉള്ളൂ നിയമപരമായിട്ട്. ബാക്കിയുള്ളവരെല്ലാവരും അവര് ആരാധനയ്ക്ക് വരുന്നവരാണ്. അപ്പോഴ് ഞങ്ങൾ ക്യാമറയൊക്കെ പലയിടത്തോട്ടും ഒക്കെ തിരിച്ചു വെച്ചും അങ്ങനെ ചില ഇതൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ വിശ്വാസികളൊക്കെ കൂട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഏകദേശം ഒരു 40 ഈ സെപ്റ്റംബർ 21-ാം തീയതി സൺഡേ ഏകദേശം 40ഓളം വരുന്നവര് ബജറംഗദള് പ്രവർത്തകര് ആലയത്തിലേക്ക് കയറി വരികയും പലവിധമായ അവരുടെ അവരുടേതായിട്ടുള്ള നാര വിളിക്കുകയും ചീത്ത പറയുകയും അതുപോലെ അക്രമാസക്തരാകുകയും പലരെയും അടിക്കുകയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷം അവർ വന്നിട്ട് സൃഷ്ടിച്ചു. പല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും ഏകദേശം ഒരു 12-13 വയസ്സായ കുഞ്ഞുങ്ങളെ പോലും അവരെ അടിക്കുകയും ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അവരുണ്ടാക്കിയെങ്കിലും ദൈവകൃപയാൽ ഇതൊന്നും പ്രശ്നങ്ങളില്ലാതെ വണ്ണം മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. അതിന് കളക്ടറും ഞങ്ങൾക്ക് ക്യാമറ വെച്ചത് എന്തായാലും ഒരു കണക്കിന് നല്ലതായെന്ന് പറയാം. അവർ വരുന്നതിന്റെയും എല്ലാ ഫൂട്ടേജും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടറിനും സബ് കളക്ടറിനും ഒക്കെ ഞങ്ങൾക്ക് പരാതി കൊടുക്കുകയും അവർ ഞങ്ങൾക്ക് മറ്റൊന്നും പറഞ്ഞില്ല. അവര് ഞങ്ങളോട് പിന്നെയും പറഞ്ഞത് നിങ്ങൾക്ക് ആരാധിക്കാം, ക്രിസ്ത്യൻസിനാണെങ്കിൽ ആരാധിക്കാം, മറ്റാരും അവിടെ വരുവാൻ പാടില്ല എന്നുള്ള പല നിബന്ധനകളും ഞങ്ങളോട് പറയുവാനും ഒക്കെ ഇടയായിത്തീർന്നു. എങ്കിലും ദൈവം മുന്നോട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം. തീർച്ചയായിട്ടും ഈ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇന്നും പല ദൈവദാസന്മാരും അവരുടെ ഭാര്യമാരും ജയിലിനകത്താണ്, പക്ഷെ അവരുടെ മക്കൾ പുറത്താണ്. ഇടയ്ക്ക് ഒത്തിരി വിഷമമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിന്റെ മാരേജ് ഏകദേശം എല്ലാം ഫിക്സ് ആക്കി, ഡേറ്റ് വരെ ഫിക്സ് ആക്കിയ സമയമായിരുന്നു. പക്ഷെ അവളങ്ങ് ജയിലിനകത്തായി പോയി. അതുപോലെ മറ്റ് പാസ്റ്റർമാരുടെ മുല കുടിക്കുന്ന പൈതങ്ങൾ വെളിയിൽ, ജയിലിന് പുറത്തും പാസ്റ്ററും ഭാര്യയും കൂടെ അകത്തും, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം. ഞങ്ങളുടെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് ഒരു കർത്താവിന്റെ ദാസനുണ്ട്. ഏകദേശം 6 മാസത്തോളം താൻ ജയിലിലായിരുന്നു. തനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു ദേവദാസനായിരുന്നു. കിഡ്നിക്കും ഹാർട്ടിനും കണ്ണിനും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ദേവദാസനായിരുന്നു. പക്ഷേ തന്നെയും ജയിലിനകത്തിട്ട് അവർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. എങ്കിലും ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞാൽ ഒത്തിരി ചർച്ചുകൾ അടഞ്ഞുകൊണ്ടേയിരിക്കുന്നു പാസ്റ്റേ. ഒത്തിരി കർത്താവിന്റെ ദാസന്മാർ ഇന്നും ജയിലിലുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗം ചിന്തിക്കുമ്പോൾ ജയിലിനകത്തും ഒത്തിരി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരി പേര് ദൈവത്തെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഓരോ സഭയും ഓരോ വീടും ആലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഒരുമിച്ച് ആരാധിക്കുവാൻ ഒരു അവസരമില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ദൈവം ഓരോ വീടിനെയും ദൈവം സഭകളാക്കി മാറ്റുന്നു എന്നത് വലിയൊരു അനുഗ്രഹത്തിന്റെ കാരണമാണ്. പുറപ്പാട് 1:12 ഇപ്രകാരം പറയുന്നുവല്ലോ, എന്നാൽ അവർ പീഡിപ്പിക്കുന്തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഈ ഒരു പേടി മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഉണ്ടായി. തീർച്ചയായിട്ടും എത്രത്തോളം പ്രസ് ചെയ്യുന്നു അത്രത്തോളം സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. മത്തായി 16:18 ഇപ്രകാരം പറയുന്നുവല്ലോ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. തീർച്ചയായിട്ടും ദൈവസഭയെ പണിതുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവരാജ്യത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. സഭയുടെ വളർച്ചയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സഭ ശുദ്ധീകരിക്കപ്പെട്ടു. പലയിടത്തും ഞങ്ങളുടെ പല ഗ്രാമങ്ങളിലും ഞങ്ങളുടെ പല വിശ്വാസികളെയൊക്കെ ഞങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാനുണ്ട്. പല ഗ്രാമങ്ങളിലും
അവര് തന്നെ പാസ്റ്ററായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ പല ഗ്രാമങ്ങളിലും അവരവരുടെ കുടുംബ പ്രാർത്ഥനകൾ, കാരണം നമുക്ക് ഒരുമിച്ചിരുന്നുള്ള ഒരു പ്രാർത്ഥനയോ അതൊന്നും കിട്ടാത്ത സാഹചര്യങ്ങളുള്ളപ്പോഴും പലരും അവരവരുടേതായിട്ടുള്ള വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ആൾക്കാർ വരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു. അങ്ങനെ പല ഗ്രാമങ്ങളിലും ഈ കുറച്ചൊരു സമയത്തിനിടയ്ക്ക് പല ഗ്രാമങ്ങളിലും നല്ല ഒരു 20ഉം 30ഉം പേരുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങളുള്ള ഒരു ആലയങ്ങളായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഭവനങ്ങൾ, ഹൗസ് ചർച്ചുകളായി മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കുമ്പോൾ ദൈവരാജ്യത്തെ ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല, സുവിശേഷത്തിന് ആർക്കും ബന്ധനം വയ്ക്കുവാൻ കഴിയത്തില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരും. പ്രശ്നങ്ങൾ ഒരു സൈഡിലൂടെ ഉണ്ടെങ്കിലും മറു സൈഡിലൂടെ സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നാം ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു: വരിക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യുപിയിൽ ഇന്നും സുവിശേഷത്തിന്റെ വാതിലുകൾ ഒരു കാരണവശാലും അടഞ്ഞിട്ടില്ല. വിളഞ്ഞ വയൽ ഒത്തിരിയുണ്ട്, അത് നശിക്കും മുമ്പേ നമുക്ക് കൊയ്യാം. തീർച്ചയായിട്ടും എന്നെ വിളിച്ച ആ ഒരു ദൈവശബ്ദം ഇപ്രകാരം കേൾക്കുന്നു: ആരെ ഞാൻ ഇനി അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഈ ഒരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും കാതുകളിൽ നിന്ന് മുഴങ്ങി കേൾക്കട്ടെ. കർത്താവിനോട് നമുക്ക് പറയാമോ: കർത്താവെ, എന്നെ അയക്കണമേ. കർത്താവെ, ഈ വിളഞ്ഞ വയൽ കർത്താവെ നശിക്കുന്നതിന് മുമ്പേ എന്നെ കർത്താവെ അയക്കണമേ, എന്നെ അങ്ങ് വിടണമേ കർത്താവെ, എന്നെ അങ്ങ് അയക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാമോ? ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന തത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവിന്റെ ഒരു വാക്കുണ്ട്: രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അന്ന് ദൈവം ചില രക്തസാക്ഷികൾ എഴുന്നേറ്റിരിക്കാം. ഇന്നും പലരും രക്തസാക്ഷിയായില്ല എങ്കിൽ പോലും പലരെയും ഒത്തിരി പീഡനങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ടിരിക്കാം. പക്ഷെ ഇതെല്ലാം സഭയുടെ ഒരു വിത്തായി മാറും. ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും തിരയുന്നു. നമുക്ക് പ്രാർത്ഥിക്കുവാൻ അവസരങ്ങളുണ്ട്. നമുക്ക് ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രശ്നം ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോയി കാൽ വെക്കുവാൻ കഴിയും. അതൊക്കെ ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളെ, ചില ഗ്രാമങ്ങളെ അഡോപ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഒന്ന് തയ്യാറാകാമോ? ദൈവമേ, എനിക്ക് ചില ഗ്രാമങ്ങളെ തരണമേ. കർത്താവ്, ഇന്ന് വരെ അങ്ങയെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തടത്തേക്ക് ചിലരെ അങ്ങ് അയക്കണമേ. അങ്ങനെയുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാമോ? ഞാൻ ഒന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു: ഉത്തർപ്രദേശിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒത്തിരി പേര് ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവരുടെ അടുത്തേക്ക് പോകുവാൻ ആളില്ല. നമുക്ക് അതിന്റെ ഒരു ഭാഗമായി തീരാമോ? നമുക്ക് പോകാമോ? നമുക്ക് ചിലരെ അയക്കാമോ? നമുക്ക് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അതിനുവേണ്ടി നമുക്കൊന്ന് കൈകോർക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സമയത്തിന് നന്ദി പാസ്റ്റേ. താങ്ക് യു. എന്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കാനൊക്കെ അവസരമൊരുക്കിയാൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്ററെ. നല്ല ഒരു ജീവിതാനുഭവം കേട്ടത്. സിദ്ധാർത്ഥ് നഗർ നേപ്പാളിൻ്റെ ബോർഡറാണ്. കർത്താവിൻ്റെ വേല കർത്താവിൻ്റെ ദാസൻ അവിടെ താമസിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതികൂലങ്ങളുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പാസ്റ്റർ വളരെ അതിനെയൊക്കെ ലഘൂകരിച്ച് അതിൻ്റെ മധ്യത്തിലും അനുഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് പറവാനിടയായി തീർന്നു. സഭാ വളർച്ചയുണ്ടാകുന്നു, വിശ്വാസികൾ അവർ ശക്തരായിത്തീരുന്നു, സാധാരണ വിശ്വാസികൾ ശുശ്രൂഷകന്മാരായി മാറുന്നു. ഇത് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ ഒത്തിരി ഹൗസ് ഗ്രൂപ്പ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലേ പാസ്റ്ററെ? കാരണം പോകാൻ പറ്റാത്തത് കൊണ്ട്. അതെ, വലിയ ചർച്ചകളൊക്കെ അടഞ്ഞിട്ട് ഇപ്പം ചെറിയ ഹൗസ് ചർച്ചസ് ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. സർ, ഞാൻ ഈ കാര്യം പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ തീ കത്തിക്കൊണ്ടിരുന്ന തീക്കൂട്ടത്തിൽ നിന്ന് വിറകുകൾ എടുത്തെല്ലാം ചെതറിച്ച് കളഞ്ഞു. പക്ഷെ അവിടെ ഓരോ വിറക് വീണെടുത്തും ഒരു തീ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ചർച്ച നൂറുകണക്കിന് ചെറിയ ചർച്ചകളായിട്ട് അങ്ങ് മാറി. അതൊരു ചിലരൊക്കെ ക്ഷീണിച്ചു പോയിട്ടുണ്ടാകാം, എന്നാൽ പോലും പൊതുവിൽ ഇതാ സംഭവിക്കുന്നത്. കാരണം പൊതുവിൽ അതെ പക്ഷേ യു പി ചർച്ചിന്റെ വളർച്ച മുമ്പത്തേക്കാളും ഈ സമയത്ത് ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. കാരണം പാസ്റ്റർമാർക്ക് പോയി പറയാൻ കഴിയുന്നില്ല എങ്കിലും വിശ്വാസികൾ തന്നെ സുവിശേഷകരായി അങ്ങ് മാറുവാണ്. ഒരു പാസ്റ്ററിന് പരിധിയുണ്ട്, പക്ഷേ സ്വന്തം ഗ്രാമക്കാർക്ക് പരിധിയില്ല, സ്വന്തം വീട്ടുകാർക്ക് പരിധിയില്ല. അങ്ങനെ ഒത്തിരി
ഒത്തിരി വളർച്ച ഉണ്ടാകുന്നുണ്ട്. സുവിശേഷത്തെ തടയാൻ ആർക്കും കഴിയില്ല പാസ്റ്ററെ. കാരണം പുറപ്പാടിൻ്റെ സമയമായപ്പോൾ ജനം വർദ്ധിച്ചു പെരുകിയെന്ന ഫറവോൻ്റെ നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് മോശ ജനിച്ചത്. അപ്പോൾ നമ്മുടെയും പുറപ്പാടിൻ്റെ സമയം അടുത്ത് വരികയാണ്. ജനം വർദ്ധിച്ചു പെരുകും, നിയമങ്ങൾ കഠിനമാകും. പക്ഷേ ദൈവം ഉദ്ദേശിച്ചതൊന്നും നടക്കാതെ പോകത്തില്ല. ഫറവോൻ്റെ മടിയിൽ മോശ വളരും. ഇതൊക്കെ ദൈവിക പദ്ധതിയാണ്. ഇന്ത്യയിലും അതൊക്കെ സംഭവിക്കട്ടെ എന്ന് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ ആളുകൾ പാസ്റ്റർ പറഞ്ഞല്ലോ ഒത്തിരി ദൂരെ സഞ്ചരിച്ചൊക്കെ ആരാധനയ്ക്ക് പോകുന്നത്. യു പിയിലൊക്കെ ഒത്തിരി ചർച്ചുകൾ അടഞ്ഞു കഴിഞ്ഞപ്പോൾ യു പി വിട്ടിട്ട് സ്റ്റേറ്റ് വിട്ട് വെളിയിൽ ആരാധിക്കാൻ പോകുന്ന രീതി ഉണ്ടായെന്ന് ഞാൻ കേൾക്കാനിടയായി തീർന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ടൊരു കാര്യം, ഇപ്പോൾ ഡൽഹിയിൽ ഒത്തിരി ചർച്ചുകൾ വളരുന്നു. നമ്മളത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഇന്ന ചർച്ചിന് ഭയങ്കര വളർച്ച ഉണ്ടാകുന്നു ഡൽഹിയിൽ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ചർച്ച് ഗ്രോത്തിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം യു പിയിൽ ആരാധന ഇല്ലാതായപ്പോൾ 6-7 മണിക്കൂർ യാത്ര ചെയ്ത ആളുകൾ ഡൽഹിയിൽ രാവിലെ വന്ന് ആരാധനയെ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഡൽഹി യു പി അതിർത്തിയിലുള്ള ചർച്ചുകളിലെ വളർച്ച ഇപ്പം നമുക്കറിയാമല്ലോ, 10,000-20,000 പേരുള്ള ചർച്ചിലൊക്കെ നല്ല പങ്കും യു പിയിൽ നിന്ന് വരുന്നവരാണെന്ന എൻ്റെ ഒരു. അതെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നമുക്ക് നേപ്പാളില് അത്യാവശ്യം ആരാധനയ്ക്ക് തടസ്സങ്ങളില്ല. അപ്പം നേപ്പാളിൽ പോകുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ ബീഹാർ ഭയങ്കര വിഷയങ്ങളില്ലാത്ത സ്ഥലമാണ്. അപ്പം ബീഹാർ ബോർഡർ ആ സൈഡിലുള്ളവര് ബീഹാറിന്റെ ഉള്ളിലോട്ട് പോയി ആരാധിച്ച് കടന്നു വരുന്നവര് പലരെയും ഉണ്ട്. ഇത് ഹരിയാനയിൽ നിന്നും യു പിയിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഡൽഹിയിലോട്ടൊക്കെ കയറുന്നു. ഇതെങ്ങനെ നമ്മളെ നാടൻ പഴഞ്ചൊല്ല് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയും, ഇപ്പം നമ്മുടെ സമയം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവരെവിടെയെങ്കിലും പോകുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം ദൈവരാജ്യമല്ലേ വളരുന്നത്, ദൈവരാജ്യമല്ലേ വളരുന്നത്. അപ്പോൾ നമ്മളെ ഒരു ഭാഗം ദൈവം ഏൽപ്പിച്ചു, അത് നമ്മൾ ചെയ്തിട്ട് ഇവരെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളങ്ങ് റിലീസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ പറയുന്ന പഴഞ്ചൊല്ലാണ് ഉടഞ്ഞാലും പാത്തിയിൽ കിടക്കണമെന്നത്. എനിക്കറിയില്ല, ഓരോ ദേശത്ത് ഓരോ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്തിയിൽ തന്നെയാണ് കിടക്കുന്നത്, വെളിയിലൊന്നും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇപ്പോൾ ഞാൻ ആ കാര്യത്തിൽ വളരെ വിശാലതയോട് ചിന്തിക്കുന്ന ആളാണ് പാസ്റ്ററെ. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഒത്തിരി ദൈവമക്കൾ അവരെ കർത്താവിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് പ്രയോജനപ്പെടുന്നു. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഈ കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. യൂത്തിൻ്റെ ഞങ്ങളുടെ ചർച്ചിൻ്റെ മ്യൂസിക് ടീം തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ആനുവൽ ഒരു കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് അവരെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നെ പിള്ളേർ വിളിച്ചു, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ മ്യൂസിക് ടീമിൻ്റെ അകത്ത് വന്ന് പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് കർത്താവിന് വേണ്ടി ഒരു പക്ഷേ കീബോർഡ് വായിക്കുന്നു, ഗിറ്റാർ വായിക്കുന്നു. നമ്മുടെ അവിടെ ആയിരിക്കാം അത് പഠിച്ചത്. അപ്പോൾ നമുക്ക് സങ്കടമൊന്നുമില്ല, നമുക്ക് തന്നെ നമ്മുടെ സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് സങ്കടമൊന്നുമില്ല. അവരെ ദൈവരാജ്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത്രയേ ഉള്ളൂ, പ്രയോജനപ്പെടട്ടെ. ഇപ്പോഴും ഒരു നല്ല ടീം ഞങ്ങൾക്ക് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അവരെ ദൈവരാജ്യത്തിന് വേണ്ടി റിലീസ് ചെയ്യുക, അതൊക്കെയാണ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 16 കേസുണ്ടെന്നാണ് പറഞ്ഞതല്ലേ? പക്ഷേ ഇതെല്ലാം ഓരോരോ കാര്യം പറഞ്ഞ കേസ് ഇടുക, കള്ളക്കേസാ പാസ്റ്റർ, ക്രിമിനൽ കേസ് എന്നൊക്കെ പറഞ്ഞെല്ലാം വസ്തു സംബന്ധമായിട്ട് അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞങ്ങ് കേസ് ഇടുക. ഇതൊന്നും നിലനിൽപ്പുള്ള കേസല്ല, തള്ളിപ്പോകുന്ന കേസുകളാണ്. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, നമ്മുടെ സമാധാനം പല പ്രാവശ്യം ജാമ്യം ഒടുക്കേണ്ടി വന്നു. അപ്പം പലരെയും കാണണം, പിന്നെ കോടതിയിൽ പോകണം. എങ്കിലും ദൈവകൃപയാൽ അങ്ങനെ കുഴപ്പമില്ല. അതെല്ലാം ദൈവം സഹായിക്കട്ടെ. ദേവദാസനെ, ആ കുഞ്ഞുങ്ങളുടെ ആ കാര്യമൊക്കെ അടുത്ത് എനിക്ക് വലിയ വിഷമം വന്നു. കാരണം കുഞ്ഞിൻ്റെ മനസ്സിലല്ലേ, അവന് ഇതെല്ലാം കേൾക്കുമല്ലേ, അവനും ഈ അറ്റ്മോസ്ഫിയറിലല്ലേ വളരുന്നത്. നാളെ എൻ്റെ ഡാഡിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമോ? ആ കുഞ്ഞ് സ്കൂളിൽ പോയിരുന്നാൽ അവന് സമാധാനമുണ്ടോ? ഇല്ല. അവൻ വീട്ടിൽ നിന്ന് ഇതെല്ലാം ചോദിച്ചിട്ട് സ്കൂളിൽ പോയിരിക്കുമ്പോഴും ആ ഫുൾ ഡേ അവൻ ചിന്തിക്കുന്നത് അതായിരിക്കും, എൻ്റെ ഡാഡിക്ക് വല്ല പറ്റിയോ, പപ്പയ്ക്ക് എന്താകും. ഇതെല്ലാവർക്കും ഒന്നും മനസ്സിലാകില്ല പാസ്റ്ററെ. കേരളത്തിലുള്ള ദൈവമക്കൾ എത്ര ഭാഗ്യവാന്മാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കുറവുമുണ്ട് ആത്മീകമായിട്ട്.
പക്ഷേ ഉത്തരഭാരതത്തിലുള്ള ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ വലിയ ശോധനയിലൂടെ കടന്നു പോകുന്നു. അവർക്ക് ദൈവം മാത്രമേ തുണയുള്ളൂ. ദൈവം സംരക്ഷിക്കട്ടെ, കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ വലിയ വ്യത്യാസമുണ്ടാകും, ഞാനതാ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിനോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പാസ്റ്റർ. അതിലൊന്ന്, ഫാമിലികൾ ശക്തിപ്പെടണം, ഫാമിലി ചർച്ചസ് ഉണ്ടാകണം, ഹൗസ് ചർച്ചസ് ഉണ്ടാകണം. നമ്മുടെ ഞാൻ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഇത് പഠിപ്പിക്കുകയും ആളുകളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ കുടുംബവും ഒരു ചർച്ചാണ്. കുടുംബനാഥൻ പാസ്റ്ററായി മാറണം. നാളെ നിങ്ങൾക്ക്, ഞാൻ ഈ കഴിഞ്ഞ വീക്കിലും പറഞ്ഞു പാസ്റ്ററെ, നാളെ നിങ്ങൾക്ക് സഭായോഗത്തിന് ചർച്ചിൽ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഹോൾ അടഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ളൊരു സിനാരിയോ ഉണ്ടാകുകയാണെങ്കിൽ അവരെ അതിന് നേരത്തെ എക്യുപ്പൈ ചെയ്യണം. അതെ, ഞാൻ ഒരു 6-7 മാസം ഞങ്ങളുടെ ചർച്ചിൻ്റെ എല്ലാ പ്രയർ സെല്ലിലും നോട്ട് വെച്ച് പഠിപ്പിച്ചു. പെർസിക്യൂഷൻ എന്താണ്, എന്തുകൊണ്ടാണ് കർത്താവ് പെർസിക്യൂഷൻ അനുവദിക്കുന്നത്, പെർസിക്യൂഷൻ്റെ തിയോളജി എന്താണ്, ഒരു പെർസിക്യൂഷൻ വന്നാൽ എന്ത് ചെയ്യണം. ഒരു 6 മാസം ഞാൻ നോട്ട് വെച്ച് പഠിപ്പിച്ചു. ദൈവാത്മാവ് എന്നോട് ഒരു 3 വർഷം മുമ്പേ പറഞ്ഞതാണ് പെട്ടെന്ന് സഭയെ പഠിപ്പിക്കാൻ. എനിക്കൊരാഗ്രഹമുണ്ട് ആ നോട്ട് ഒരു PDF ഫോർമാറ്റിലാക്കി ദൈവമക്കൾക്ക് ഷെയർ ചെയ്യണമെന്ന്. ദൈവരാജ്യത്തിന് അത് പ്രയോജനമാകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിന് ഒരു 2-3 വർഷമായിട്ട് ഞങ്ങളിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞു, അറിയില്ല അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഒരു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളും സഭകളായി മാറണം. ഫാമിലി ചർച്ചസ്, ഫാമിലി റിവൈവൽ ഉണ്ടാകണം. അന്ത്യകാലത്തുള്ള ഉണർവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കുടുംബങ്ങൾക്കകത്താണ്. നോഹയുടെ കുടുംബത്തെ പോലെ ഓരോ കുടുംബവും ഉണർത്തപ്പെടണം, ഓരോ കുടുംബവും പെട്ടകം പണിയണം. അതൊക്കെയാ പാസ്റ്റർ നമ്മുടെ ഒരു ആഗ്രഹം. ദൈവം അങ്ങനെ ചെയ്യട്ടെ. തീർച്ചയായിട്ടും അത് നടക്കും. ഈ സമയങ്ങളിൽ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഇനി ഉണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഈ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അസാധാരണ സംരക്ഷണം അനുഭവിച്ച ഇത്രയും കേസൊക്കെ ഉള്ളപ്പോൾ നിശ്ചയമായിട്ടും എനിക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുതലോ ഒക്കെ അനുഭവിച്ച എന്തെങ്കിലും സംഭവങ്ങൾ സമയചുരുക്കം നിമിത്തം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചില മിനിറ്റുകളെടുത്ത് അതുകൂടെ പറയാം പാസ്റ്റർക്ക്. അതിനുശേഷം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ എന്തെങ്കിലും പാസ്റ്റർക്ക് തോന്നുകയാണ് ദൈവരാജ്യത്തിൻ്റെ ദൈവനാമത്തിൻ്റെ മഹത്വമായി തീരുമെന്ന്, അതുകൂടെ ഷെയർ ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ദൈവിക കരുതലുകൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് പാസ്റ്റർ. കാരണം എല്ലാ ഏരിയകളിലും, ഞാൻ ഈ കോടതി ആ ഏരിയകളിലായാൽ പോലും പലരും എന്നെ ഒരിക്കലും കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാനുമായിട്ട് പരിചയമില്ലാത്ത പലരുമാണ് എനിക്ക് ജാമ്യം എടുക്കുവാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അവരൊന്നും എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല, അവർക്കും എന്നെ പേഴ്സണലായിട്ട് ഒരു കാരണവശാലും അറിയത്തില്ല. അങ്ങനെയുള്ള പലരും ജാമ്യം എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എല്ലാം ആ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ദൈവം കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായിട്ടുള്ള മറുപടികൾ ദൈവം തരുന്നുണ്ട്. അത് ഏത് ഏരിയയിലായാലും. പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് എങ്ങനെ പോകും അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു എൻ്റെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ വിഷയം വന്നു, ഇൻഫെക്ഷൻ, അതൊക്കെ വന്നിട്ട് എന്താകുമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. ഇന്നെന്നെ കണ്ടാലിപ്പം എൻ്റെ മുഖത്ത് ഇവിടെ എല്ലാം ചുണ്ടെല്ലാം പൊട്ടി, ഏകദേശം ഈ ഇത്രയും ഭാഗം, ഞാൻ മുമ്പ് താടിയൊന്നും വച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, ഇവിടെയൊക്കെ ചെറിയൊരു ആ ഒരു പൊള്ളിയതിന്റെ ആ ഒരു ഇതുണ്ട്, അതുകൊണ്ട് വെച്ചതാ. എങ്കിലും ദൈവകൃപയാൽ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ വണ്ണം ദൈവം നടത്തുന്നു. പാസ്റ്റർ, ഈ ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആയതാണ്, എന്താ സംഭവിച്ചത്? അല്ല പക്ഷെ ഗ്യാസ് സിലിണ്ടറിന്റെ ആ പൈപ്പ് ബ്ലാസ്റ്റ് ആയത്. തീ ആളിപ്പടർന്നല്ലേ? അതെ, തീ ആളിപ്പടർന്നു. ഞാനുണ്ടായിരുന്നു, എന്റെ മൂത്ത മോനും എന്റെ അടുത്തുണ്ടായിരുന്നു. ദൈവകൃപയാൽ അവന്റെ ശരീരത്തിൽ ഒരു ചെറിയ പോറല് പോലും ഇല്ലാതെ വണ്ണം ദൈവം കാത്തു. എന്റെ ശരീരത്തിലോട്ട് അടിച്ചു, അതേ ഉള്ളൂ. എങ്കിലും ചെയ്യുമായിരുന്നു അവിടെ ഗ്യാസ് സ്റ്റൗ? അതെ പക്ഷെ കിച്ചണില് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കിച്ചണിൽ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ഈ ഇത് ബ്ലാസ്റ്റ് ആകുന്നത്. അതെ, സംഭവം ഉണ്ടായത്. അതുണ്ടായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കിടന്ന ബൾബ് ചുരുങ്ങിപ്പോയി, കത്തിയിട്ട്. നമ്മുടെ വീട്ടിന്റെ പുറകിൽ ഒരു മരം നിന്നു, വലിയ മരമായിരുന്നു. അതിന്റെ ഇല ഫുള്ള് കരിഞ്ഞു പോയി.
അത്രയും ഉള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. എങ്കിലും ദൈവകൃപയാൽ ആ ഒരാപത്തിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. പിന്നെ ആ തീ എങ്ങനെ കെടുത്തിയത്? ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരൻ വന്നിട്ട് അവൻ ചാക്കും ഒക്കെ ഇട്ടിട്ട് ഓഫ് ചെയ്യാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വലിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ അത്. അത് കഴിഞ്ഞിട്ട് അത് ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ തന്നെ അല്ലേ ആ രീതിയിലൊക്കെ പരിചരിച്ചെന്ന് പറഞ്ഞാൽ അത് തന്നെ ദൈവിക കരുതലാണ്. ദൈവിക കരുതല. കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് മനസ്സിൽ ചോദിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ, ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എങ്കിലും കർത്താവ് എത്രത്തോളം സഹായിച്ചുവല്ലോ, പരിപാലിച്ചുവല്ലോ. ഞാനൊരു ചോദ്യം കൂടെ ഒക്കെ ചോദിച്ചോട്ടെ? അതെ പക്ഷേ അതെ, കാരണം സമയം ഒത്തിരി മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. എങ്കിലും ഒറ്റ ചോദ്യം. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ദൈവദാസന്മാർക്ക് നമുക്ക് എല്ലാവർക്കും അഫിയറുണ്ട്. എനിക്കതുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഭയമുണ്ട്. ഞാൻ വലിയ സ്പിരിച്വലി സ്ട്രോങ് എനിക്ക് പേടിയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, അത് ഈ മറ്റ് പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചർച്ചിലകത്ത് പെട്ടെന്ന് അപരിചിതനായ ഒരു വ്യക്തി കയറി വന്നിരിക്കുന്നു. അവൻ്റെ വേഷവിധാനങ്ങൾ അല്പം ഡിഫറൻ്റ് ആണെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ചോദ്യങ്ങളുണ്ട്. ഇവനാരാണ്? പ്രത്യേകിച്ച് ഒരു കുറിയൊക്കെ ഇങ്ങനെ തൊട്ടിട്ടാണോ വന്നിരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ വചനത്തിൻ്റെ റൂട്ട് പോലും മാറിപ്പോവും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ അത്രയും നേരം പറയുന്ന വചനം ആയിരിക്കത്തില്ല പിന്നെ പറയുന്നത്. കാരണം നമ്മൾ കോഷ്യസ് ആകും. നമ്മൾ കോഷ്യസ് ആകും. രണ്ടാമത് ഞാൻ അനുഭവിച്ചൊരു കാര്യം, നമ്മുടെ ചർച്ചിൻ്റെ വെളിയിലൊരു കോറിഡോറുണ്ട്. ഞങ്ങൾ അന്ന് ആരാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില്ല. ഈ കോറിഡോറിൻ്റെ സൈഡിലെ ജനലുകൾക്ക് കണ്ണാടിയുണ്ട്. അപ്പം നമുക്ക് ഫുള്ള് കാണത്തില്ല വെളിയിൽ, ഈ പാർഷ്വലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ണാടിയാണ്. അവിടെ കൂടെ ആളുകൾ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് ടെൻഷനാകും, ആരാണ് വന്നത്. ഞങ്ങളുടെ ചർച്ചയിൽ ചില സന്ദർഭത്തിൽ ആളുകൾ വന്ന് കയറിയിട്ട് ഇങ്ങനെ വാതിക്ക് നിന്നിട്ട് ഇങ്ങനെ മൊബൈൽ പൊക്കി വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ടെൻഷൻ, ആരാ വീഡിയോ എടുത്തത്? ഈ വീഡിയോ എടുത്ത ആൾ എങ്ങോട്ട് പോയി? ഈ വീഡിയോ എടുത്ത ആള് ഒരു പക്ഷെ വഴിയോടെ പോയവൻ കൗതുകത്തിന് എടുത്തതാകാം, അതെ, ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചതും ആകാം, എന്തുവാകാം. പക്ഷെ ഈ വീഡിയോ ഇങ്ങനെ പൊക്കി എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ടെൻഷൻ, പേടിയാണ്. ഞങ്ങളുടെ അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നതിൻ്റെ ദിവസം വൈകിട്ട് 7 മണിക്ക് കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യണം. 6 മണിക്ക് എനിക്കൊരു കോള് വരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ നിൻ്റെയാണോ കൺവെൻഷൻ നടക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ വരണം. ഫസ്റ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ്റെ നോട്ടീസ് പുള്ളിയുടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, ഓഫീസറിൻ്റെ. എന്നാൽ ഞാൻ ഈ നോട്ടീസ് ഞങ്ങളുടെ ചർച്ചുകാരുടെ കയ്യിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കല്ലാതെ വെളി നോട്ടീസ് പോകരുത്. അപ്പം ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരി വേറൊരു കൺവെൻഷൻ വേറൊരു ചർച്ചിൻ്റെ അവിടെ കണ്ട് നടന്നപ്പോൾ ആ കൺവെൻഷന് വന്നവർക്കെല്ലാം കൊടുത്തു. അതിനകത്ത് ആരാണ്ടുണ്ടായിരുന്നു, അവർ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു. അപ്പം എൻ്റെ മാത്രമല്ല, 2-3 നോട്ടീസ് ഇരിപ്പുണ്ട് അവിടെ. ആ പാസ്റ്റർമാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ എന്നെയും വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് കൺവെൻഷൻ തുടങ്ങണം, ഞാൻ 6 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. അപ്പോൾ ഇത് ഈ അനുഭവങ്ങൾ, ഈ ഭയം, ഈ ടെൻഷൻ, അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അപ്പം ആളുകൾ ചോദിക്കുമോ നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അന്ന് കൺവെൻഷന് വേണ്ടി ഞാൻ പോയി മെസ്സേജ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലെ 2 പേരെ ഗേറ്റിലാക്കിയിരുന്നു. എന്തെങ്കിലും അൺയൂഷ്വൽ ആക്ടിവിറ്റി ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് അവിടുന്ന് സിഗ്നൽ തരണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഭയമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്ന ചോദ്യം ചോദിച്ചില്ല പാസ്റ്ററെ. പാസ്റ്റർക്ക് 16 കേസുണ്ട്. പാസ്റ്റർ വളരെ കൂളായിട്ട് സംസാരിക്കുന്നു. പാസ്റ്റർക്കും ഇങ്ങനെയുള്ള ഭയങ്ങൾ ഉണ്ടായിരുന്നു, ഒരു കാലത്തുണ്ടായിരുന്നു. ഇങ്ങനൊന്ന് സംഭവിച്ചാൽ എങ്ങനെ നേരിടും എന്നൊക്കെ ഒരു ചിന്ത ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല, കാരണം ഇപ്പം നമുക്കെല്ലാവർക്കും ഉണ്ട്. നാളെ മഹാരാഷ്ട്രയിൽ ഇപ്പം ഇവിടെ നിയമങ്ങൾ വന്നു, 17-ാം തീയതി ബില്ല് പാസ്സായി. അപ്പോൾ നാളെ മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണെന്നൊരു ഭയം ദേവദാസന്മാർക്കുണ്ട്. പക്ഷെ വൺസ് ഇത് വന്നു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്തുവാ, വ്യത്യാസമുണ്ടോ? പക്ഷെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു. 1-2 കാര്യങ്ങളായപ്പോഴേ പിന്നെ അങ്ങ് ഇതങ്ങ് അഡ്ജസ്റ്റ് ആയതുമായിട്ട്. അതാ എനിക്ക് കേൾക്കേണ്ടത്. നമുക്കൊക്കെ ഈ സംഭവം ഉണ്ടാകുന്നതിനുള്ളൊരു പേടിയേ ഉള്ളൂ. അതെ, ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ അടി കൊള്ളുന്നതിന്റെ പേടി അങ്ങ് മാറിക്കിട്ടും. അതെ, ദൈവകൃപയാൽ എനിക്ക് അടി ഇതുവരെ കിട്ടിയിട്ടില്ല.
നമ്മുടെ വിശ്വാസികൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സപ്പോർട്ടീവാ. ഈ 40 പേര് ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ, അവര് വന്നപ്പോ തന്നെ ഞങ്ങളുടെ വിശ്വാസികൾ ഞങ്ങളെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി. എന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവര് ഞങ്ങളെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ അവര് ചോദിച്ച ചോദ്യത്തിനെല്ലാം അവരാ പറഞ്ഞു. പിന്നെ കോടതി അത് 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോവാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങതൊരു എന്തുവാ നമ്മൾ ശീലമായി. സ്ഥിരം ശീലമായി. ഇപ്പൊ കേസ് ഒരു ശീലമായി. അതെ, കേസ് അതെ, കാര്യങ്ങള് ദൈവത്തിന് പോലീസ് സ്തോത്രം. സ്റ്റേഷനൊക്കെ ആയിട്ട് ദൈവത്തിനറിയാൽ പേടിയുണ്ടോ ഞാൻ എന്ന് എൻ്റെ ചോദിച്ചാൽ ഒരു പക്ഷേ ഹോപ്പ് പറയാം, എൻ്റെ ഒരു പ്രത്യാശ പറയാം പാസ്റ്ററെ. ഇപ്പം നമുക്ക് ഭയമൊക്കെ ഉണ്ട്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മൾ ഈ സൂപ്പർ ഹീറോസ് ഒന്നുമല്ല, അതെ ഭയമുണ്ട്. നമ്മൾ സാധാരണക്കാരാണ്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടതായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ തീച്ചൂളയിലൂടെ ഞാൻ പോകുമ്പോൾ അത് നേരിടാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബലം കർത്താവ് എനിക്ക് തരും, തരും. തീർച്ചയായിട്ടും അത് നേരിടാൻ തീർച്ചയായിട്ടും. തരും. അതെൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതെ. പക്ഷേ ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ ഇപ്പൊ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ഇതാണ്. അപ്പം ഞങ്ങൾ സാധാരണ ഒരു ടോക്കാണ്. ഇപ്പം ദൈവത്തിന് നമ്മളെ കുറിച്ച് ജയിലിനകത്താണ് പദ്ധതിയെങ്കിൽ നമ്മൾ അങ്ങ് പോവുക, അതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പം ജയിലിനകത്ത് ആരെങ്കിലും വിടുവിക്കപ്പെടണമായിരിക്കാം, അല്ലെങ്കിൽ ജയിലിനകത്തും സുവിശേഷം എത്തിക്കാനാണ് ദൈവത്തെക്കുറിച്ച് നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെങ്കിൽ അതിനങ്ങ് അഡ്ജസ്റ്റ് ആവുക, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലോട്ട് നമ്മളെ പാസ്റ്റർമാരൊക്കെ വരുമ്പോഴും ഇത്രയേ സംസാരങ്ങളൊക്കെ ഉള്ളൂ ആയാലും പാസ്റ്ററെ. അങ്ങോട്ട് ഇതിനകത്ത് മാറി. ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയുകയാണ് കേട്ടോ, ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, നമുക്കെതിരെ നമ്മളൊരാളോട് സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞ് കേസെടുത്താൽ നമുക്ക് സങ്കടമില്ല. പക്ഷേ എടുക്കുന്ന കേസുകൾ മുഴുവൻ നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞുള്ള കള്ളക്കേസുകളാണ്. അതെ, ഈ കള്ളക്കേസിൽ നമുക്കെതിരെ കേസെടുത്ത് കഴിയുമ്പോൾ നമ്മളെ കേൾക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തന്നെ പഠിക്കണ്ടോ, ഫിന്നി പാസ്റ്റർ ഇന്ന കേസിൽ പിടിച്ചെന്ന് പറയും. അതെ, ഇത് നമ്മളെ കാരണം മറ്റ് പറഞ്ഞ കേസുകളൊന്നും എടുത്താൽ നിൽക്കത്തില്ലെന്നറിയാം. നിൽക്കത്തില്ല. അതെ, പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇതുപോലുള്ള ആരെങ്കിലും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയെ കൊണ്ടുവന്നായിരിക്കും നമുക്കെതിരെ നിർത്തി കേസ് എടുക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ സങ്കടം. കാരണം ഇങ്ങനെ ഈ സത്യസന്ധമായിട്ട് പറഞ്ഞ് കേസെടുത്താൽ നമ്മൾ കോളറൊക്കെ പിടിച്ച് അഭിമാനത്തോടു കൂടെ കർത്താവിന് വേണ്ടി ജയിലിൽ പോകാൻ തയ്യാറാണ്. പക്ഷേ അതെ, കർത്താവിന് വേണ്ടി ആണല്ലോ എന്നുള്ള ആ ഒരു ഇതില്. അല്ലാതെ എനിക്ക് പേഴ്സണലി അറിയാൻ ചില പാസ്റ്റർമാരെ, ഈ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള പാസ്റ്റർമാർ, അവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എന്നൊക്കെ പറഞ്ഞാൽ പോക്സോ കേസൊക്കെ എടുത്തിരിക്കുന്നത്. അവർക്ക് അനാഥശാലയുണ്ടായിരുന്നു. ആ അനാഥശാലയിലെ കൊച്ചുകുട്ടികളെ ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന 2 പാസ്റ്റേഴ്സ്, മലയാളികളല്ല, അവർ പോക്സോ കേസിൽ ഞാനിത് സംസാരിക്കുമ്പോഴും അകത്താണ്. സങ്കടം. അവരുടെ ഭാര്യമാരായി ഇപ്പം അവരുടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് 2 പാസ്റ്റർമാരെ എനിക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഹാർട്ട് ബ്രേക്കിങ്ങാണ്. കാരണം ഈ ദേവദാസന്മാർ സത്യസന്ധമായിട്ട് വേല ചെയ്ത ദേവദാസന്മാരാണ്. ഇത് കേൾക്കുന്ന വിശ്വാസികൾ എന്ത് പറയുന്നറിയാം, അതുകൊണ്ട് ഇന്ന പാസ്റ്ററെ പോക്സോ കേസിൽ പിടിച്ചെന്ന് പറയും. ഇത് ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു അനുഭവം അതാ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ചിന്ത നമ്മുടെ സമൂഹം പോലും നമ്മളെ കൈവിടണമെന്നാണ്. പാസ്റ്റർ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, കാരണം പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകണം. ഈ കാലത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. പക്ഷെ ഞങ്ങളുടെ ഒരു പാസ്റ്ററിന് ഇപ്പം പാസ്റ്റർ ഒരു 6 മാസത്തോളം ജയിലിലായിരുന്നു. പാസ്റ്ററിനെതിരെയുള്ള അലിഗേഷൻസിൽ ഒന്ന് ഇതായിരുന്നു, നാബാലിക, അതായത് 18 വയസ്സായി തികയാത്ത കുഞ്ഞിന് ബൈബിൾ കൊടുത്തു. അതായിരുന്നു അലിഗേഷൻസിൽ ഒന്ന്. നാബാലിക എന്തുവാ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിന് ബൈബിൾ കൊടുത്തു. അത് പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൊടുത്തത്. അതോടൊപ്പം മതപരിവർത്തനം. ഇപ്പം മഹാരാഷ്ട്രയിൽ പാസാക്കിയ നിയമം അനുസരിച്ച് നമ്മൾ ഒരാളെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് ആരോപിക്കപ്പെട്ടാൽ, കൺവേർഷൻ ആരോപിക്കപ്പെട്ടാൽ 5 വർഷം തടവാണ്. അത് തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അണ്ടർ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികളോ ഈ SC/ST ദളിതായിട്ടുള്ള ആളുകളോ ആണെങ്കിൽ 10 വർഷം തടവാണ്. 5 എന്നുള്ളത് നേരെ അങ്ങ് ഡബിളാകുകയാണ്. കേസിലെ വ്യവസ്ഥകളൊക്കെ അങ്ങനെ ഇപ്പം മഹാരാഷ്ട്രയിലും പാസ്സാക്കിയിരിക്കുന്നത്. ഇതുണ്ടല്ലോ, ഇത് നമുക്കെതിരെ അങ്ങനെ ഒരു എവിഡൻസ്, ഒരു കേസും ഉണ്ടാകാൻ നമ്മൾ ഒരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്നിട്ട് പറയും എനിക്ക് അയാൾ ബൈബിൾ തരാൻ ശ്രമിച്ചെന്ന് പറയും, എന്നെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറയും, എനിക്ക് പൈസ തരാൻ ശ്രമിച്ചെന്ന് പറയും. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, എൻ്റെ ആസാദിയുടെ ഈ നമ്മുടെ
പ്രെയർ ലൈൻ നമ്പറിൽ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആളുകൾ എന്നെ വിളിച്ചിട്ട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു. എന്നോട് പറയുന്നു, ദാൻ ദേനായ്, ദാൻ സ്തോത്രാഴ്ച തരണം അതിനുവേണ്ടി. ഞാനിപ്പോൾ എടുത്തൊരു പോളിസി ഉണ്ട് പക്ഷേ, നമുക്ക് അറിയാവുന്നവരുടെ കയ്യിൽ നിന്ന് പോലും ഞാൻ ഓഫറിങ് വാങ്ങിക്കത്തില്ല. ഇന്ന് വരെ ആസാദിയിൽ നിന്ന് വരുന്ന കോളുകളോടെല്ലാം ഞാൻ പറയും, ഞങ്ങൾ ഓഫറിങ് എടുക്കത്തില്ല, ഞങ്ങളുടെ മിനിസ്ട്രി അതല്ല, ഞങ്ങൾ ഫണ്ട് റൈസിങ് നടത്തത്തില്ല, ഓഫറിങ് എടുക്കത്തില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് പല കോൾ എനിക്ക് ഇത് തന്നെ പറഞ്ഞു വന്നു. എന്താ രസം എന്നറിയാം, ഇങ്ങനെയുള്ള കോള് 1 മാസം മുമ്പില്ല, കഴിഞ്ഞ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു കോള് നമുക്ക് കിട്ടിയിട്ടില്ല. ഓൾ ഓഫ് എ സഡൻ. അപ്പം എനിക്ക് തോന്നി ഇതെന്തോ ഒരു ട്രാപ്പുണ്ട് ഇതിനകത്ത്, എന്തോ ഒരു ട്രാപ്പുണ്ട്. അപ്പം ഞാൻ വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ ഏത് കോളും അറ്റൻഡ് ചെയ്യത്തുള്ളൂ. അപ്പം അവരോട് ഞാൻ ദാൻ മേടിക്കാത്ത ആളാന്ന് പറഞ്ഞു. ഈ വിളിച്ച ആളങ്ങ് അട്ടേഴ്സ് ചിരിച്ചു കേട്ടോ. എന്നിട്ട് പറയാ, ദാൻ മേടിക്കാത്ത പാസ്റ്റർമാരുണ്ടോന്ന് അയാൾ എന്നോട് ചോദിക്കുക. ആ ചിരി കേൾക്കുമ്പോഴേ അറിയാം അതിനകത്തൊരു പരിഹാസമുണ്ട്. ശരിക്കും ദാൻ കൊടുക്കാനായിരുന്നെങ്കിൽ പുള്ളി അങ്ങനെ ചിരിക്കത്തില്ല. പുള്ളി നമ്മളോട് പാസ്റ്റർ പ്ലീസ് നമ്പർ ഒന്ന് തരണം, ദൈവം എന്നോട് സംസാരിച്ചതാന്നൊക്കെ പറയത്തുള്ളൂ. ഇത് അട്ടഹസിച്ച് ചിരിച്ചിട്ട് പറയാ, ദാൻ മേടിക്കാത്ത പാസ്റ്റർമാരുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പാസ്റ്ററാന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. പോട്ടെ പാസ്റ്റർ, ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി പോകും അല്ലേ. പാസ്റ്റർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അസാദി ചാനലിലൂടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിച്ചത് ദൈവത്തിന്റെ ആത്മാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. എല്ലാവരുടെ മേലും ഒരു വലിയ മിഷൻ ദർശനം വീഴട്ടെ കർത്താവേ. ഒത്തിരി ആത്മാക്കളെ നേടുവാൻ, ഒത്തിരി പേരെ കർത്താവെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി മാറ്റണമേ. പ്രത്യേകിച്ച് കർത്താവെ, കേരളത്തിലും കർത്താവെ ഒത്തിരി നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോയി ജോലി ചെയ്യുന്ന ഒത്തിരി കർത്താവെ സഹോദരി സഹോദരന്മാരുണ്ടല്ലോ. അവരോടൊക്കെ സുവിശേഷം പറയുവാൻ പലപ്പോഴും ഞങ്ങളുടെ ഈ ദേശങ്ങളിൽ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബാനായിരിക്കുന്ന ഈ സമയങ്ങളിലും കർത്താവെ, കേരളത്തിലും ഗൾഫിന്റെ പല രാജ്യങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഈ ഹിന്ദി ഭാഷികളോട് സുവിശേഷം പറയുവാൻ ഒത്തിരി പേരെ അങ്ങ് മെനഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ദൈവരാജ്യം വ്യാപ്തിക്ക് വേണ്ടി കർത്താവ് എല്ലാവരെയും അങ്ങ് ഉപയോഗപ്പെടുത്തണം. എല്ലാവരുടെ മേലും കർത്താവ് ഒരു വലിയ മിഷൻ ദർശനം കൊടുക്കണമേ. ദൈവമേ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എല്ലാവരെയും അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. പ്രത്യേകമായ അഭിഷേകങ്ങളാൽ നിറയ്ക്കും. പ്രത്യേകിച്ച് കർത്താവെ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നുവെങ്കിൽ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ, എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും അവരുടെ ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. പരിശുദ്ധ ആത്മാവെ, നന്നായി അറിയുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് എല്ലാവരെയും തൊടണമേ, സൗഖ്യമാക്കണമേ, ദൈവികമായ പരിപാലനങ്ങൾ കൽപ്പിക്കണമേ. പ്രത്യേകിച്ച് ഇന്നും പല ദൈവദാസന്മാരും ദൈവദാസിമാരും വിശ്വാസികളും സുവിശേഷ മുഖാന്തര ദുഃഖങ്ങളിലും കഷ്ടതകളിലും പ്രശ്നങ്ങളിലുമൊക്കെ ആയിരിക്കുന്നുവല്ലോ. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഇന്നും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഒത്തിരി ഗ്രാമങ്ങളുണ്ടല്ലോ. അവിടെ എല്ലാം സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ നമ്മെല്ലാവരുടെ പേരും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മുടങ്ങട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. നന്ദിയുണ്ട്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോടുമുള്ള നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.